എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 50 ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ആ 50 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോവുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 50 ചോദ്യങ്ങൾ 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കയറാം. കൺസിഡർ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു set 1, 2, 3, 4 and B is equal to set A, B, C, D, E, F. Let F such that A to B be a function. ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആരോ ഡയഗ്രം വരച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിമേ എ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? എ സെറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. ബി സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? എ, ബി, സി, ഡി, ഇ, എഫ് അല്ലേ? ബി സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എ, ബി, സി, ഡി, ഇ, എഫ് ഇത്ര ആൾക്കാരാണ് ബി സെറ്റിനകത്തുള്ളത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് അല്ലേ? എയിൽ നിന്ന് ബിയിലേക്കാണ്. ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? 1ൽ നിന്ന് എയിലേക്കൊരു റിലേഷൻ, പിന്നെ 2ൽ നിന്ന് ബിയിലേക്ക്, പിന്നെ 3ൽ നിന്ന് ഡിയിലേക്ക്, 3ൽ നിന്ന് ഡിയിലേക്ക്, 4ൽ നിന്ന് സിയിലേക്ക്. നോക്കിക്കോ, 4ൽ നിന്ന് സിയിലേക്ക്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഞാൻ അതിൻ്റെ ആരോ ഡയഗ്രം ക്ലിയർ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1, 1 ആണോ ഓൺ 2 ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യമേ തന്നെ 1, 1 ആണോ എന്ന് നമുക്ക് നോക്കാം. 1, 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എവരി എലമെൻറ്റ് ഇൻ എ ഹാസ് എ ഡിഫറൻറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെൻസിനും ബിക്കകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകളുണ്ട് അല്ലേ? എല്ലാ എലമെൻറ്റിൽ നിന്നും ആരോ മാർക്ക് പോകുന്നുണ്ട്. എല്ലാ എലമെൻറ്റിൽ നിന്നും ഒരു ആരോ മാർക്ക് മാത്രമേ പോകുന്നുള്ളൂ. ബി സെറ്റിലെ എലമെൻറ്റുകളിലേക്ക് ഒരു എലമെൻറ്റിന് ഒരു ആരോ മാർക്ക് വെച്ചേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും 1, 1 ആയിരിക്കും. ശരിയല്ലേ? സോ 1, 1 ആണ്. 1, 1 ആണ് എന്ന് എഴുതി വയ്ക്കുക. 1, 1. എഫ് ഈസ് 1, 1. എഫ് ഈസ് എന്താണ്? 1, 1. അതിൻ്റെ കാരണം എന്താണ്? എവരി എലമെൻറ്റ് ഇൻ എയിലുള്ള എല്ലാ എലമെൻസിനും ഹാസ് എ ഡിഫറൻറ്റ് ഇമേജ് ഇൻ ബി. ഡിഫറൻറ്റ് ഇമേജ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെൻസിനും ബിക്കകത്ത് എന്തുണ്ട്? ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. അതുകൊണ്ട് എഫ് 1, 1 ആണ്. ഇനി അത് ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഓൺ 2 ആവണമെന്നുണ്ടെങ്കിൽ കോഡൊമൈനും റേഞ്ചും സെയിം ആവണം അല്ലേ? ഫംഗ്ഷൻ ഓൺ 2 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? കോഡൊമൈനും റേഞ്ചും സെയിം ആവണം. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ, ഈ എ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ അല്ലേ? ഈ കോഡൊമൈനും റേഞ്ചും സെയിം ആകുമ്പോഴാണ് ഫംഗ്ഷൻ എന്താവുന്നത്? ഓൺ 2 ആവുന്നത്. അപ്പോൾ നമുക്ക് കോഡൊമൈൻ ആദ്യമേ എഴുതി വയ്ക്കാം. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻസ് ആണ് റേഞ്ച്. ആ ബി സെറ്റ് ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് കോഡൊമൈൻ. അതായത് ഈ ബി സെറ്റിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ബി സെറ്റ് എന്താണ്? എ, ബി, സി, ഡി, ഇ, എഫ് അതാണ് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ, ബി, സി, ഡി, എഫ് ആണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ആ ബി സെറ്റ് ഇറ്റ് സെൽഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. അപ്പോൾ നമുക്ക് കോഡൊമൈൻ കിട്ടി. ഇനി നമുക്ക് റേഞ്ച് എഴുതാം. റേഞ്ച് നമുക്ക് ആരോ ഡയഗ്രം നോക്കി എഴുതാം, ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നിന്നും എഴുതാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ് കോർഡിനേറ്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അതായത് വൈ കോർഡിനേറ്റുകളുടെ സെറ്റ്, ഈ എ ബി ഡി സി എന്ന് പറഞ്ഞ സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അല്ലെങ്കിൽ ആരോ ഡയഗ്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റുകളാണ് റേഞ്ച്. ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റ്സ് എ, ബി, സി, ഡി എന്ന എലമെൻറ്റുകളിലേക്കാണ് ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്നത്. അതാണ് റേഞ്ച്. എ, ബി, സി, ഡി ഇതാണ് റേഞ്ച്. ഇത് രണ്ട് സെയിം ആണോ? ഒരിക്കലും സെയിം അല്ല. ഇക്വാലിറ്റി ഓഫ് സെറ്റ് അനുസരിച്ച് ഒരു സെറ്റ് മറ്റ് സെറ്റിന് സെയിം ആവണമെന്നുണ്ടെങ്കിൽ ഓരോ എലമെൻറ്റുകൾ പരസ്പരം തുല്യമാവണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നില്ല? എ ബി സി ഡി ഇ എഫ് ഉണ്ട് കേട്ടോ.
നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ ABCDEF ഉണ്ട്. ABCDEF. E എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് റേഞ്ചിൽ കാണാൻ പറ്റുന്നില്ല. F എന്ന് പറയുന്ന എലമെൻറ്റിനെ നമുക്ക് റേഞ്ചിൽ കാണാൻ പറ്റുന്നില്ല. ഈ രണ്ട് എലമെൻറ്റുകൾ റേഞ്ചിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? കോഡൊമൈനും റേഞ്ചും സെയിം അല്ല എന്ന് പറയാം. ഈസ് നോട്ട് ബിലോങ്സ് ടു റേഞ്ച്. ഈ നമുക്ക് റേഞ്ചിലില്ല. എഫും റേഞ്ചിലല്ല. എഫ് കോമ ഇ ഡസൻ ബിലോങ്സ് ടു റേഞ്ച്. ദെയർഫോർ കോഡൊമൈൻ എന്തിന് സെയിം അല്ല? കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് ആണ്. കോഡൊമൈൻ റേഞ്ചിന് സെയിം അല്ല. ദെയർഫോർ എഫ് ഈസ് എന്താണെന്ന് പറയാം? നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. ഇത് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 ആണ്, പക്ഷേ എന്തല്ല? ഓൺ ടു അല്ല. ക്ലിയർ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 4x, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്ന് ഷോ ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 4x. നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള f' കണ്ടുപിടിക്കുന്നു. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇപ്പോൾ 3x² മൈനസ് 6x പ്ലസ് 4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി ചെയ്യാം. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിക്കണം. അതാണ് നമ്മുടെ ജോലി. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിക്കണം. ഒരു പോളിനോമിയലാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കാണിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പറ്റും, നോക്കാം. 3x² മൈനസ് 6x. 4നെ വേണമെങ്കിൽ 3 പ്ലസ് 1 എഴുതാം. 3ൻ്റെ കൂടെ 1 കൂട്ടി 4 കിട്ടും. ശരിയാണല്ലോ? ആദ്യത്തെ 3 ടേംസിൽ നിന്നും നമുക്ക് 3നെ പുറത്തെടുക്കാം. ഈ 3 ടേംസ് നിങ്ങൾ നോക്കിക്കേ. 3x² മൈനസ് 6x പ്ലസ് 3. അവിടെ നിന്ന് ഒരു 3 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി x² മൈനസ് 2x പ്ലസ് 1 എന്ന് വരും, പ്ലസ് 1. ക്ലിയർ ആണേ? x² മൈനസ് 2x പ്ലസ് 1. ഇനി നിങ്ങൾ നോക്കൂ, ഈ x² മൈനസ് 2x പ്ലസ് 1 ആരാ സംഭവം? x² മൈനസ് 2x പ്ലസ് 1 ആണ് x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. ശരിയല്ലേ? x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. അത് കണ്ട് അങ്ങോട്ട് റീപ്ലേസ് ചെയ്തോ. 3 ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് 1. ഇതെല്ലാം ഇപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാനുള്ള സാധ്യതയുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് സ്ട്രിക്ട്ലി എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് വെറും ഇൻക്രീസിങ് എന്ന് മാത്രം പറയേണ്ടി വരും. ഓക്കെ, പക്ഷേ നമുക്ക് സ്ട്രിക്ട്ലി ആണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ മാറണം. ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാലും ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷന് വ്യത്യാസം വരുന്നില്ല. കാരണം എപ്പോഴാണ് ഈക്വൽ ടു 0 സംഭവിക്കുന്നത്? എക്സിന് 1 കൊടുക്കുമ്പോൾ. 1 മൈനസ് 1 0 വരും. ശരിയല്ലേ? പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതിൻ്റെ കൂടെ ഒരു 1 കൂട്ടിക്കഴിഞ്ഞാൽ 0യിൽ നിന്ന് അത് 1ലേക്ക് ചാടും. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ 1 ആവും അല്ലേ? അതായത് 3 ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ, ഒരു 1 നമുക്കിവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന കണ്ടീഷൻ മാറി ഗ്രേറ്റർ ദാൻ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരും. ശരിയാണല്ലോ? മിനിമം വാല്യൂ 0 ആണ്. 0യുടെ കൂടെ 1 കൂട്ടിയാൽ 1 ആണ് ഉത്തരം. 1 0യേക്കാൾ വലുതാണ്. ഗ്രേറ്റർ ദാൻ എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ശരിയല്ലേ? അതായത് ഈ 3 ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. 3 ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് 1 ഈസ് കോൾഡ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി എന്ന് എടുത്തു പറയാം അല്ലേ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ റിയൽ നമ്പേഴ്സ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ എന്താണ്? റിയൽ നമ്പേഴ്സ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് n to n നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 2x അല്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x.
ഇത് 1 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, 1 1 ആണ് എന്ന് കാണിക്കാൻ എളുപ്പമാണ് അല്ലേ. ഒരു ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് 1 1 ആണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്യുമ്പോൾ ദാറ്റ് ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണെന്ന് തെളിയിച്ചാൽ അത് 1 1 ആയി. ശരിയല്ലേ? സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ തുടങ്ങുകയാണ്. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, അതായത് 2x1 ഇസ് ഈക്വൽ ടു 2x2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടും. ശരിയാണല്ലോ? ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈഡ് ദാറ്റ് x1 ഇസ് ഈക്വൽ ടു x2. ദെർഫോർ എഫ് ഈസ് 1 1. ഫംഗ്ഷൻ എന്തായി മാറി? 1 1 ആയിട്ട് മാറി. ക്ലിയർ? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇത് പക്ഷേ ഓൺ ടു അല്ല എന്ന് കാണിക്കണം. ഓൺ ടു അല്ല എന്ന് കാണിക്കണമെങ്കിൽ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് ആണെന്ന് കാണിച്ചാൽ മതി. ഓൺ ടു അല്ല എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺ ടു. കോഡൊമൈൻ എന്താണെന്ന് നമുക്കറിയാം. കോഡൊമൈൻ നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ബി സെറ്റ് ഈസ് കോൾഡ് കോഡൊമൈൻ. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം നോക്കുകയാണെങ്കിൽ കോഡൊമൈൻ നാച്ചുറൽ നമ്പറാണ്, പക്ഷേ റേഞ്ച് നാച്ചുറൽ നമ്പറിൽ വരുന്നില്ല എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന എക്സിൻ്റെ വിലകളാണ് റേഞ്ച്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. 2x ഇസ് ഈക്വൽ ടു വൈ ആൻഡ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 2 എന്ന് വരും. ഇനി ഈ വൈക്ക് നമ്മൾ കോഡൊമൈനിൽ നിന്ന് ഏത് വാല്യൂ സ്വീകരിച്ചാലും കിട്ടുന്ന എക്സിൻ്റെ വിലയും അതേ കോഡൊമൈനിൽ തന്നെ ആയിരിക്കണം. എങ്കിലാണ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുക? അതൊരു എന്താണ്, അതേ റേഞ്ചിനുള്ളിൽ വരുന്ന ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം. അതല്ല, വൈക്ക് വരുന്ന വിലയാണ് റേഞ്ച്. വൈക്ക് കോഡൊമൈനിൽ നിന്ന് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് കിട്ടുന്ന വിലകളാണ് റേഞ്ച്. അതേ റേഞ്ച് തന്നെ നമുക്ക് കോഡൊമൈൻ കിട്ടണം. അതെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നമുക്ക് വൈക്ക് ഈ പറയുന്ന കോഡൊമൈനായ നാച്ചുറൽ നമ്പറിൽ നിന്നും ഒരു വില സ്വീകരിക്കാം. നാച്ചുറൽ നമ്പറിൽ നിന്നും 1 എന്നുള്ള വില സ്വീകരിക്കാം. y is equal to 1. Let y is equal to 1. That 1 belongs to our codomain natural number. ഇനി എക്സിന് x is equal to y by 2 ആണെന്നറിയാം. ആ വൈയുടെ സ്ഥാനത്തോട്ട് 1 കൊടുത്താൽ 1 by 2. അപ്പോൾ വൈക്ക് ഞാൻ കോഡൊമൈനിൽ നിന്നൊരു വില എടുത്താൽ എക്സിനും അതേ വില തന്നെ വരണം, അതേ കോഡൊമൈനിലെ വില തന്നെ വരണം. എങ്കിലേ അതെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. എക്സിൻ്റെ വില റേഞ്ചാണ്, ആ റേഞ്ചും കോഡൊമൈനും സെയിം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് കിട്ടിയ വില 1 by 2. പക്ഷേ 1 by 2 എവിടെ ഇല്ല? നാച്ചുറൽ നമ്പറിലില്ല. 1 by 2 നോട്ട് ബിലോങ്സ് ടു എന്താണ്? നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് ക്ലിയർലി എന്ത് പറയാം? അവർ കോഡൊമൈൻ ഇസ് നാച്ചുറൽ നമ്പർ ബട്ട് അവർ റേഞ്ച് ഈസ് നോട്ട് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ദെർഫോർ കോഡൊമൈൻ നോട്ട് ഈസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. ദെർഫോർ എഫ് ഈസ് എന്താണെന്ന് പറയാം? നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. ഷോ ദാറ്റ് എഫ് ഈസ് ബൈജക്റ്റീവ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാനാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതെങ്ങനെയാണ് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കുന്നത്? ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ അത് 1 1 ആണ് എന്നും നമ്മൾ തെളിയിക്കണം, ആൻഡ് ഓൺ ടു ആണ് എന്നും തെളിയിക്കണം. ഇത് രണ്ടും ആവുമ്പോഴാണ് ഫംഗ്ഷൻ എന്താവുന്നത്? ബൈജക്റ്റീവ് ആവുന്നത്. ശരിയല്ലേ? നോക്കാം, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? 4x + 3 ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് 1 1 ചെക്ക് ചെയ്ത് നോക്കാം. 1 1 ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്യുമ്പോൾ നമുക്ക് x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടണം. ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. 4x1 + 3 ഇസ് ഈക്വൽ ടു 4x2 + 3. 3യും 3യും ക്യാൻസൽ ആവും. 4x1 ഇസ് ഈക്വൽ ടു 4x2. 4 4ഉം ക്യാൻസൽ ആവും. x1 ഇസ് ഈക്വൽ ടു എന്താണ്? x2. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെർഫോർ f of x1 is equal to f of x2 implied that x1 is equal to x2. f of x1 is equal to f of x2 ചെയ്തപ്പോൾ എനിക്ക് x1 is equal to x2 കിട്ടി. therefore f is എന്താണെന്ന് പറയാം? 1 1 ആണ് എന്ന് പറയാം അല്ലേ? ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്.
ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം? ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ ടു ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് റേഞ്ച് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു y. അവിടുന്ന് 4x = y - 3, x = y - 3 ഡിവൈഡഡ് ബൈ 4. ഇനി ഞാൻ ഈ വൈയുടെ സ്ഥാനത്തോട്ട് നമ്മുടെ കോഡൊമൈനിലായ റിയൽ നമ്പേഴ്സിലെ ഏത് വാല്യൂ കൊടുത്താലും y ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്, y ഏത് റിയൽ നമ്പർ കൊടുത്താലും എക്സിന് കിട്ടുന്ന വിലയും എന്തായിരിക്കും? റിയൽ നമ്പർ തന്നെ ആയിരിക്കും. എക്സിന് കിട്ടുന്ന വിലയും റിയൽ നമ്പർ തന്നെ ആയിരിക്കും. കാരണം ഒരു റിയൽ നമ്പറിൽ നിന്ന് 3 കുറച്ചാൽ റിയൽ നമ്പറാണ്. ആ കുറച്ച് കിട്ടുന്ന ഉത്തരത്തിനെ 4 കൊണ്ട് ഹരിച്ചാലും ഉറപ്പായിട്ടും റിയൽ നമ്പറാണ്. ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന കേസോ അല്ലെങ്കിൽ ലോഗരിത്തിനുള്ളിൽ നെഗറ്റീവ് വരുന്ന കേസോ ഡിവിഷൻ ബൈ 0 വരുന്ന കേസോ ഒന്നും ഇവിടെ ഇല്ല. ഒരു നോട്ട് ഡിഫൈൻഡ് കേസുകളും ഇവിടെ സംഭവിക്കുന്നില്ല. അല്ലാത്ത പക്ഷം അവർ റേഞ്ച് ഈസ് റിയൽ നമ്പേഴ്സ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. So here codomain is real numbers. A to B ആണെങ്കിൽ that B set, second set itself is called codomain. So here codomain എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് കിട്ടിയ റേഞ്ചും എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? കോഡൊമൈൻ is equal to റേഞ്ച് എന്ന് പറയാൻ പറ്റും. കോഡൊമൈൻ റേഞ്ചും എന്താണ്? സെയിം ആണ്. കോഡൊമൈൻ റേഞ്ച് സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഓൺ ടു ആണെന്ന് പറയാം. Therefore f is എന്താണ്? ഓൺ ടു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 1,1 ഓൺ 2 അത് എടുത്തെഴുതുക. Therefore f is both 1,1 and on 2. both 1,1 and എന്താണ്? ഓൺ 2. ഇത് രണ്ടും ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറയാം. Therefore f is a ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അല്ലേ? ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ ഇത് രണ്ടുമാണെങ്കിൽ 1,1 ഓൺ 2 ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ ഏത് പേരിട്ട് വിളിക്കാം? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന പേരിട്ട് വിളിക്കാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് സെറ്റ് 1, 2, 3 to സെറ്റ് 4, 5 ഡിഫൈൻഡ് ബൈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇത് 1,1 ആണോ ഓൺ 2 ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആരോ ഡയഗ്രം ഉപയോഗിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യമേ തന്നിട്ടുള്ള സെറ്റ് 1, 2, 3, 1, 2, 3. രണ്ടാമത് തന്നിട്ടുള്ള സെറ്റ് 4, 5. ഓക്കെ, ആദ്യത്തെ സെറ്റിൽ നിന്നും രണ്ടാമത്തെ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻ 1ൽ നിന്ന് 4ലേക്ക് റിലേഷൻ, 2ൽ നിന്ന് 4ലേക്ക് ആൻഡ് 3ൽ നിന്ന് 5ലേക്ക്. അല്ലേ? 1ൽ നിന്ന് 4ലേക്ക്, 2ൽ നിന്ന് 4ലേക്ക്, പിന്നെ 3ൽ നിന്ന് 5ലേക്ക്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് 1,1 ആണോ എന്ന് നമുക്ക് നോക്കാം. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ നമുക്ക് വ്യത്യസ്തമായ ഇമേജാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 1ൻ്റെ ഇമേജും 4 തന്നെയാണ്, 2ൻ്റെ ഇമേജും 4 തന്നെയാണ്. ശരിയല്ലേ? എവരി എലമെൻ്റ് ഇൻ ഫസ്റ്റ് സെറ്റ് ഡസിൻ ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ ദ സെക്കൻഡ് സെറ്റ്. അപ്പോൾ അതെന്തല്ല? 1,1 അല്ല. അതായത് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 4 ആണ്, എഫ് ഓഫ് 2 എന്ന് പറയുന്നതും 4 ആണ്. ഓക്കെ, രണ്ടും 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് 1 is equal to എഫ് ഓഫ് 2 എന്ന് പറയാം. ശരിയാണല്ലോ? നമുക്കറിയാം 1,1ൻ്റെ കണ്ടീഷൻ പ്രകാരം എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 ആയാൽ x1 is equal to x2 കൂടി ആയാലേ അതെന്താവുള്ളൂ? എഫ് 1,1 ആവുള്ളൂ. ശരിയല്ലേ? 1,1 ആവുള്ളൂ. അപ്പോൾ എഫ് ഓഫ് 1 is equal to എഫ് ഓഫ് 2 എന്ന് കിട്ടി. ബട്ട് നമുക്കറിയാം 1 not equal to 2. 1ഉം 2ഉം സെയിം അല്ല. Therefore f is not 1,1 എന്ന് എഴുതി വയ്ക്കാം. നോട്ട് 1,1. നിങ്ങൾക്ക് വാക്കുകളിലൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ എവരി എലമെൻറ്റ് ഇൻ ദ ഫസ്റ്റ് സെറ്റ് ഡസൻ ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ഓർ ഡിഫറെൻറ്റ് ഇമേജ് ഇൻ ദ സെക്കൻഡ് സെറ്റ്. സോ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് 1,1 എന്ന് വാക്കുകളിലൂടെ വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ കാണിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഓൺ ടു വെരിഫൈ ചെയ്ത് നോക്കണം. ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? കോഡൊമൈനും റേഞ്ചും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൺ ടു ആണ് എന്ന് പറയാം. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സെറ്റ് 4, 5 ആണ്. അല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ബി സെറ്റ് ഈസ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 4, 5 ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 4, 5 ആണ്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റ്സ് ആണ് റേഞ്ച്. 4ലേക്കും 5ലേക്കുമാണ് ആരോ മാർക്കുകൾ വന്ന് വീഴുന്നത്, അതാണ് റേഞ്ച്. രണ്ടും സെയിം ആണല്ലോ? സെയിം ആണ്. Therefore നമുക്ക് എന്ത് പറയാം? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്ന് പറയാം. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണ്.
ദെയർഫോർ എഫ് ഈസ് എന്താണ് ഓൺ ടു. ഫംഗ്ഷൻ എന്തായി മാറി? ഓൺ ടു ആയിട്ട് മാറി. ഇപ്പോൾ ഫംഗ്ഷൻ 1 1 അല്ല, പക്ഷേ എന്താണ്? ഓൺ ടു ആണ്. 1 1 അല്ല, പക്ഷേ എന്താണ്? ഓൺ ടു ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. 1/√2. ഓക്കെ, സൈൻ ഏത് ആംഗിളാണ്? ഉത്തരം 1/√2 വരുന്നത് 45 ഡിഗ്രി ആണ് അല്ലേ? π/4 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സ് -1/2. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x ആണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വരും. സോ പൈ മൈനസ് കോസിന് ഏത് ആംഗിളാണ് 1/2 വരുന്നത്? കോസ് 60 ഡിഗ്രിയാണ് 1/2. 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്താണ്? π/3. ക്രോസ് ചെയ്താൽ 3π മൈനസ് π/3. ആൻസർ എന്ത് വരും? 2π/3. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. നോക്കണേ, നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഈ എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം? റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചിനുള്ളിലായിരിക്കണം. അതായത് -π/2 മുതൽ π/2 ഇടയിലായിരിക്കണം എക്സിൻ്റെ വില. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3π/5 അല്ലേ? 3π/5 അത് ആ റേഞ്ചിനുള്ളിൽ വരുന്നില്ല. ശരിയല്ലേ? നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. 3 × 180 ഡിവൈഡഡ് ബൈ 5. 3 × 180 ഡിവൈഡഡ് ബൈ 5. 3 × ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. 3 5 15 ശിഷ്ടം 3 30 6 5 30. 3 6 18 8 ശിഷ്ടം 1 3 9 1 സോറി യെസ് 1 10 108 എന്ന് പറയുന്നത് എന്തിനേക്കാൾ വലുതാണ്? ശരിയല്ലേടോ? ഒന്ന് കാൽക്കുലേറ്ററിൽ നോക്കിയേക്കാം, പെട്ടെന്ന് മാനുവലി ചെയ്യുന്നതുകൊണ്ടേ. ശരിയാണെന്നാണ് വിശ്വാസം. 3 × 180 ഈസ് 540. ദാറ്റ് ഡിവൈഡഡ് ബൈ 5 ഈസ് 108. ഓക്കെ, ഈ 108 എന്ന് പറയുന്നത് ഈ പറയുന്ന 90-നേക്കാൾ വലുതാണ് അല്ലേ? -90 ഉണ്ട്, 90 ഉണ്ട്. 90-നേക്കാൾ വലുതാണ് 108. അപ്പോൾ ഈ 3π/5 എന്നുള്ള ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെഡ്യൂസ് ചെയ്യണം. ഡെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് സൈൻ താഴെയുള്ള അതേ നമ്പർ മുകളിൽ കൊണ്ടുവരിക. 5π കൊണ്ടുവന്നു. അപ്പം അതിൽ നിന്ന് 3πയിലേക്ക് വരണമെങ്കിൽ 2π കുറയ്ക്കണം ബൈ 5. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. a മൈനസ് b/c ആണെങ്കിൽ a/c മൈനസ് b/c ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5π/5 എന്നുള്ളത് പൈ ആവും മൈനസ് 2π/5. സോ സൈൻ ഇൻവേഴ്സ് സൈൻ സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ. സൈൻ 2π/5 വരും. ഓക്കെ, ഇനി നോക്കാം. ഈ 2π/5 ഈ 90-ന് താഴെയാണോ നോക്കാം. 2π/5 2 × 180/5 2 × 36. ഈ 6 12 2 ശിഷ്ടം 1 23 6 1 7 72 90-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. 2π/5 ആണ് ആൻസർ വരും. ക്ലിയർ അല്ലേ? 2π/5 ആണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരും. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് A is equal to Aij whose elements are given by Aij is equal to എന്താണ്? 2i plus j. നോക്കിക്കോ, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു 2/2 മെട്രിക്സ് ആണ്. A is equal to എന്താണ്? Aij എന്നുള്ള ഒരു 2/2 മെട്രിക്സ് ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. 2/2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ ഫോം നമുക്ക് എഴുതാമല്ലോ. എന്താണ്? A11 A12 A21 A22. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ Aij എന്ന് പറയുന്നത് എന്താണ്? 2i plus j ആണ്. Aij എന്ന് പറഞ്ഞാൽ 2i plus j ആണ്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. A11 എന്ന് പറഞ്ഞാൽ 2 × 1 + 1, അതായത് 2 + 1 3.
ഓക്കെ. A12 എന്ന് പറഞ്ഞാൽ 2 × 1 + 2, അതായത് 2 + 2 4. ഓക്കെ. അടുത്തത് A21 എന്ന് പറഞ്ഞാൽ 2 × 2 + 1 4 + 1 5. അടുത്തത് A22 എന്ന് പറഞ്ഞാൽ 2 × 2 + 2 4 + 2 6. യെസ്. ഇപ്പോൾ നമ്മുടെ മെട്രിക്സ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. A = നമുക്ക് എന്ത് കിട്ടി? 3 4 5 6. ഓക്കെ. ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം? എയുടെ സ്ക്വയറും കൂടെ കണ്ടുപിടിക്കണം. A² എന്ന് പറഞ്ഞാൽ എന്താണ്? A × A ആണ്. സോ ബി പാർട്ടാണ് കേട്ടോ. എ പാർട്ട് കംപ്ലീറ്റ് ആയി. 3 4 5 6 × 3 4 5 6. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിക്കുന്നു, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിക്കുന്നു. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ. 3 × 3 9 + 4 × 5 20. അടുത്ത ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം 3 × 4 12 + 4 × 6 24. അടുത്ത 3 × 5 15 + 5 × 6 30. അടുത്ത I4 20 6 36. ആൻസർ വരുന്നത് 29 36 45 56. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 29 36 45 56. 29 36 45 56. ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ മെട്രിക്സ് A = 3 - 2 4 - 2. ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A² കണ്ടുപിടിക്കണം. ഓക്കെ. A² എന്ന് പറഞ്ഞാൽ എന്താണ്? A × A ആണ്. സോ 3 - 2 4 - 2 × 3 - 2 4 - 2. ഫസ്റ്റ് മെട്രിക്സ് റോ ആയിട്ട് തിരിക്കുന്നു, സെക്കൻഡ് മെട്രിക്സ് കോളം ആയിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ് 3 × 3 9 + -2 × 4 -8. അടുത്ത 3 × -2 -6 + -2 × -2 4. 4 × 3 12 + -2 × 4 -8. അടുത്തത് 4 × -2 -8 + -2 × -2 4. ഓക്കെ. 9ൽ നിന്ന് 8 കുറച്ച് 1 -2 8 -4. ശരിയാണല്ലോ. 1 -2 12ൽ നിന്ന് 8 കുറച്ച് 4 ആണ് കേട്ടോ. 1 -2 4 -4. 1 -2 4 -4. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായി? A² ആയി. ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ എന്താണ് പറയുന്നത്? A² = KA - 2I ആണെങ്കിൽ K കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നോക്കാം. A² = എന്താണ്? KA - 2I. A² = KA - 2I. A² സ്ഥാനത്തോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - 2 4 - 4 = K × A സ്ഥാനത്തോട്ട് 3 - 2 4 - 2 -2 × I സ്ഥാനത്തോട്ട് 1 0 0 1. സോ 1 - 2 4 - 4 = K ഉള്ളിലേക്ക് വരുമ്പോൾ 3K -2K 4K -2K. -2 ഉള്ളിലേക്ക് വരുമ്പോൾ 2 0 0 2. ഓക്കെ ആണേ. സോ 1 - 2 4 - 4 = എന്ത് വരും? 3K -2 -2K. 4Kയിൽ നിന്ന് 0 പോയാൽ 4K. -2Kയിൽ നിന്ന് 2 കുറയ്ക്കും. -2K -2.
ഇനി നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റുകൾ എന്തായിരിക്കണം? സെയിം. അതായത് ഈ 1 എന്ന് പറയുന്നതും 3k - 2 എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ 4ഉം 4k എടുത്താൽ പെട്ടെന്ന് ആൻസറായി 1 ഒരു ആൻസർ അല്ലേ? ഏത് പെയർ വേണേലും ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ തന്നെ ഇക്വേറ്റ് ചെയ്യാണ്. 1 = 3k - 2, 1 + 2 = 3k, 3 = 3k and k = 3/3 = 1. കെയുടെ വാല്യൂ എന്താണ്? 1 ആണ് ആൻസർ വരിക. അപ്പോൾ ഫൈൻ വാല്യൂ ഓഫ് കെയുടെ വാല്യൂ എത്ര? കെയുടെ വില എത്ര? 1 ആണ് ശരി ഉത്തരം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത 11ാമത്തെ ചോദ്യം നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f is given by f of x is equal to x³ + 3 if x not equal to 0 and 1 if x equal to 0 is not continuous at x equal to 0. x equal to 0യിൽ ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് തെളിയിക്കാനാണ് ചോദ്യം. അപ്പോൾ x equal to 0യിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം അല്ല എന്ന് കാണിച്ചാൽ മതി. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആണെന്ന് കാണിച്ചാൽ അത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 0 - f of x equal to limit x tends to 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0യേക്കാൾ കുറയുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ബേസിക് ഡെഫിനിഷൻ പ്രകാരം തന്നെ തെളിയിക്കാം. ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇല്ല അല്ലേ? ഈക്വലും നോട്ട് ഈക്വലും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ അടിസ്ഥാനപരമായ ഡെഫിനിഷനിൽ നിന്ന് തന്നെ അത് തെളിയിക്കാൻ പറ്റും. ബേസിക് ഡെഫിനിഷൻ ഫോർ കണ്ടിന്യൂറ്റി എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു a f of x is equal to f of a ആയിരിക്കണം. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു f of a ആണെന്ന് തെളിയിച്ചാൽ മതി. എന്താണെന്ന് കാണിക്കാൻ? ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് കാണിക്കാൻ. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു a f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു എയുടെ പ്ലേസിൽ 0 f of xൻ്റെ പ്ലേസിൽ x ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ 0യിലേക്ക് അടുക്കുന്നു. 0 ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ f of x ആരാണ്? x³ + 3. ഇനി ഇതാണ്ട് x കാണുന്ന സ്ഥലത്തോട്ട് 0 അങ്ങോട്ട് കൊടുക്കുക. 0³ + 3, 0 + 3 ആൻസർ എന്ത് വരും? 3. ക്ലിയർ ആണല്ലോ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു a f of x അതിൻ്റെ ആൻസറായി. ഇനി f of aയും കൂടെ നോക്കാം. അതായത് f of 0യും കൂടെ നോക്കണം. f of 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0 and ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള f of x. ആ f of x അവർ തന്നിട്ടുണ്ട് എന്താണ്? 1 ആണ്. f of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ശരിയല്ലേ? 1ഉം 3യും സെയിം ആണോ? അല്ല. 1 നോട്ട് ഈക്വൽ ടു 3. ശരിയല്ലേ? അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 f of x എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു f of 0 ആണ്. അതുകൊണ്ട് 0 എന്ന് പറയുന്ന പോയിന്റിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ദെർഫോർ f ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x is equal to 0. x is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അടുത്ത ചോദ്യം 12ാമത്തെ ക്വസ്റ്റ്യൻ. If A is a matrix of order 2/3, then A transpose will be of the order. A എന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ ഇത് തിരിച്ചിട്ടാൽ മതി. 3/2 ആണ് അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ. ഓക്കെ, A/B ആണ് A മെട്രിക്സിൻ്റെ ഓർഡർ എങ്കിൽ A ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്തായിരിക്കും? B/A ആയിരിക്കും. അത് റോസിനെ കോളം ആക്കണം, കോളംസിനെ റോ ആക്കണം അല്ലേ? അപ്പോൾ കോളം ബൈ റോ എന്നുള്ളത് നേരെ തിരിഞ്ഞു വരും. ഇനി നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ചോദ്യത്തിൻ്റെ ബി പാർട്ടിൽ. എ പാർട്ടിൻ്റെ ആൻസർ 3/2 ആണ്. ബി പാർട്ടിൻ്റെ ആൻസർ നോക്കാം. ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 2 3 -1 0 1 7. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ജോലി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയെ കോളമാക്കിയാൽ മതി. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കണം 2 3 -1. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കണം 0 1 7. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ട്രാൻസ്പോസ് കിട്ടി. ശരിയാണല്ലോ? നമുക്കിപ്പോൾ എന്ത് കിട്ടി? ട്രാൻസ്പോസ് കിട്ടി. ഇനി അവർ പറയുന്നു എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെ തിരിച്ച് കിട്ടണം അല്ലേ? അപ്പോൾ അതൊന്ന് എടുത്തു നോക്കാം നമുക്ക്.
എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അതായത് ഇപ്പോൾ കിട്ടിയ എ ട്രാൻസ്പോസിനെ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുന്നു. 2 0 ഫസ്റ്റ് റോ ആണ്, അത് ഫസ്റ്റ് കോളമാക്കി. 3 1 സെക്കൻഡ് റോ ആണ്, അത് സെക്കൻഡ് കോളമാക്കി. -1 7 തേർഡ് റോ ആണ്, അത് തേർഡ് കോളമാക്കി. ഇതിപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? നേരത്തെയുള്ള എ തന്നെ കിട്ടി അല്ലേ? ദെർഫോർ എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ? ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം സെറ്റ്. അടുത്ത ചോദ്യം 13ാമത്തെ. കൺസിഡർ എ 2x2 മെട്രിക്സ് Aij വിത്ത് Aij ഇസ് ഈക്വൽ ടു 2i പ്ലസ് j. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഫസ്റ്റ് പാർട്ട് നമ്മുടെ മെട്രിക്സ് തുടങ്ങിയ സമയത്ത്, അതായത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ Aij ഇസ് ഈക്വൽ ടു 2i പ്ലസ് j ആണെങ്കിൽ എ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എഴുതി പോവാം. ഒന്നുകൂടെ കൺസ്ട്രക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓൾറെഡി ഈ ക്ലാസ്സിൽ തന്നെ ചെയ്ത ചോദ്യമാണ്. ആൻസർ വരുന്നത് 3 4 5 6 ആണ് അല്ലേ? 3 4 5 6. ഓക്കെ, ഇനി ബി പാർട്ടിൽ പറയുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് കോംപ്ലിമെൻറ്റ് നൊട്ടേഷൻ അഥവാ ഡാഷ് ഉപയോഗിച്ചും കാണിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എ ആണ് ആൻഡ് എ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക 3 4, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക 5 6. എ പ്ലസ് എ ട്രാൻസ്പോസ് കൂട്ടിക്കോ. 3 3 6, 5 4 9, 5 4 9, 6 6 12. ഇതാണ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇനി അടുത്ത എന്താണ്? എ മൈനസ് എ ട്രാൻസ്പോസ്. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറച്ച് പറഞ്ഞേ. 3 3 പോയി 0, 4 5 കുറച്ച് -1, 5 4 കുറച്ച് 1, 6 6 പോയി 0. ഇതാണ് എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ബി പാർട്ട് കംപ്ലീറ്റ് ആയി. സി പാർട്ട് എന്താണ്? എക്സ്പ്രസ് എ ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. യെസ്, നമുക്കറിയാം എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് എ സിമെട്രിക് മെട്രിക്സ്. എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഈ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് മെട്രിക്സും 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. സോ 1/2 ഇൻറ്റു ആ വില അങ്ങോട്ട് കൊടുത്തെഴുതിയാൽ മതി. 6 9 9 12. 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിന് പകരം 0 -1 1 0. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ 1/2 അകത്തോട്ട് കൊടുക്കുക. 6/2 3, 9/2 9/2 12ൻ്റെ പകുതി 6. 1/2 ഉള്ളിലേക്ക് വരുമ്പോൾ 0 -1/2 1/2 0. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ നമുക്ക് എ തന്നെയാണ് തിരിച്ചു കിട്ടുക. യെസ്, സോ ദിസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്, ദിസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. 3 9/2 9/2 6 എന്ന് പറഞ്ഞാൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. മറ്റേതെന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എ മെട്രിക്സ് ആയിട്ടുള്ള 3 4 5 6 തന്നെയാണ് ആൻസർ വരിക. ഇതാണ് എ. സോ ഹെൻസ് എക്സ്പ്രസ്ഡ് എ ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. എ ഞാൻ എന്തായിട്ട് എഴുതി? ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതി. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 3 3 4 -1. ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. 3 × -1 -3 -3 × 4 12 -15. ഓക്കെ ആണല്ലോ? -15 ആണ് ആൻസർ വരിക. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. യെസ്, 3 3 4 -1 അല്ലേ? ആൻസറും കൂടെ ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. യെസ്, -15. അടുത്തത് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് ഇവാലുവേഷൻ 2/2 എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. A11 A12 A21 A22 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെങ്കിൽ A11 A22, അതായത് ഈ ഡയഗണൽ ഗുണിക്കണം മൈനസ് ഈ ഡയഗണൽ A21 A12. ഓക്കെ ആണേ? സോ അതായത് x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 1 ഇസ് ഈക്വൽ ടു 15. എക്സ് സ്ക്വയർ ഈക്വൽ ടു 15 പ്ലസ് 1. എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. എക്സ് ഇസ് ഈക്വൽ ടു √16
പ്ലസ് ഓർ മൈനസ് 4ൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. പ്ലസ് ഓർ മൈനസ് 4ൻ്റെ കാര്യം മറന്നു പോകരുത്. പ്ലസ് ഓർ മൈനസ് 4 ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം 15ാമത്തെ 1 മാർക്കിൻ്റെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിറ്റർമിനൻറ്റ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. രണ്ട് മൈനസുകൾ ചേർന്നിട്ട് എന്താവും? പ്ലസ് ആവും. ശരിയല്ലേ? രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ആൻസർ എന്താണ്? 1 ആണ് ആൻസർ വരിക. ആൻസർ എന്താണ്? 1 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? ഓക്കെ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് 2, 4, 5, 1 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2x, 4, 6 എക്സ്. എക്സിൻ്റെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡിറ്റർമിനൻറ്റ് ഇവാലുവേഷൻ 2 × 1 2 മൈനസ് i4 20 ഇസ് ഈക്വൽ ടു 2x × x 2x² മൈനസ് r4 24. ഓക്കെ. 20ൽ നിന്ന് 2 കുറച്ച് 18, ചിഹ്നം മൈനസ്, 2x² മൈനസ് 24. സോ അവിടുന്ന് 2x² എന്ത് കിട്ടും? മൈനസ് 24 ഇപ്പുറം വന്ന 24 മൈനസ് 18. 2x² ഈക്വൽ ടു 24ൽ നിന്ന് 18 കുറച്ച് 6. അവിടുന്ന് x² ഇസ് ഈക്വൽ ടു 6/2 3. x ഇസ് ഈക്വൽ ടു √3 പ്ലസ് ഓർ മൈനസ് കൊടുക്കാൻ മറക്കരുത്. പ്ലസ് ഓർ മൈനസിന് മാർക്കുള്ളതാണ് കേട്ടോ. പ്ലസ് ഓർ മൈനസിൻ്റെ കാര്യം മറന്നു പോരുതേ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് x² പ്ലസ് y² ഇസ് ഈക്വൽ ടു a². നമുക്കറിയാം x² പ്ലസ് y² ഈക്വൽ ടു a² എന്ന് പറഞ്ഞാൽ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ, സെൻറ്റർ ഒറിജിൻ ആയിട്ടുള്ളതും റേഡിയസ് a ആയിട്ടുള്ളതുമായ ഒരു സർക്കിളാണ്. റേഡിയസ് a ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സർക്കിളാണ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയയുടെ ഇക്വേഷൻ അറിയാലോ. ഇൻ്റഗ്രൽ a to b y dx ആണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനെ 4 കൊണ്ട് ഗുണിച്ച് ഫൈനൽ ഏരിയ ആക്കണം. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് തന്നെ ഗുണിച്ചാൽ എഴുതുകയാണെങ്കിൽ, ഏരിയ ഓഫ് സർക്കിൾ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ 4 കൂടെ മുന്നോടിയായിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ 0 മുതൽ a വരെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ എക്സിൻ്റെ ലിമിറ്റ്. വൈയുടെ വില ഇവിടുന്ന് കണ്ടുപിടിക്കാം. x² പ്ലസ് y² ഈക്വൽ ടു a² ആണ്. അവിടുന്ന് y² എന്ന് പറഞ്ഞാൽ a² മൈനസ് x² കിട്ടും. y എന്ന് പറഞ്ഞാൽ √a² മൈനസ് x². സോ വൈയുടെ വില കൊടുക്കാം √a² മൈനസ് x² dx. 4 ഇൻറ്റു √a² മൈനസ് x² ചെയ്യാൻ അറിയാലോ. x/2 √a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a അല്ലേ. a²/2 സൈൻ ഇൻവേഴ്സ് x/a. 0 മുതൽ a വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കിനും ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ a വരുമ്പോൾ √a² മൈനസ് a² വരും. അത് 0 ആയി പോവും. ബാക്കി വരുന്നത് a²/2 സൈൻ ഇൻവേഴ്സ് a/a എന്നാണ് വരുന്നത്. ശരിയല്ലേ? എക്സിൻ്റെ പ്ലേസിൽ a കൊടുക്കുമ്പോൾ വേണ്ട, ഈ എക്സിൻ്റെ പ്ലേസിൽ a കൊടുക്കണം. അപ്പോൾ a/a എന്ന് വരും. ലോവർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അതങ്ങ് 0 ആവും. സൈൻ ഇൻവേഴ്സ് 0 വരും, അതും 0 ആയിട്ട് പോകും. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ 4 ഇൻറ്റു a²/2, എയും എയും വെട്ടിയാൽ 1 ആയി. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 90 ആണ് അല്ലേ. സൈൻ 90 ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 90. ഇപ്പോൾ 2 ഇൻറ്റു 2 4 ആണ്. ആ 4ഉം ഈ 4 കൂടെ വെട്ടാം. ആൻസർ എന്ത് വരും? πa² വരും ആൻസർ അല്ലേ. πa² ആണ് ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് കാണിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ചോദ്യം. ഇഫ് a ഈസ് ഈക്വൽ ടു മെട്രിക്സ് -1 to x4. ഇത് സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ എക്സിൻ്റെ വില എന്താണ് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചിരിക്കണേ. സിംഗുലർ ആണെങ്കിൽ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് a 0 ആണെങ്കിൽ a മെട്രിക്സ് എന്തായിരിക്കും? ഒരു സിംഗുലർ മെട്രിക്സ് ആയിരിക്കും അല്ലേ. a മെട്രിക്സ് സിംഗുലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് a 0 ആയിരിക്കണം. അപ്പം -1 ഇൻറ്റു 4 -4 മൈനസ് 2 ഇൻറ്റു x 2x ഈക്വൽ ടു എന്താണ്? 0. -2x ഈക്വൽ ടു -4 അപ്പുറം വന്നാൽ 4. x ഇസ് ഈക്വൽ ടു 4/-2. x ഇസ് ഈക്വൽ ടു -2 ആണ് ആൻസർ വരിക. ശരിയല്ലേ?
എക്സ് ഇസ് ഈക്വൽ ടു -2 ആണ് ആൻസർ വരിക. 19ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 5 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയാണല്ലോ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എങ്കിലേ 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 5, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? കെ എക്സ് പ്ലസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് കൊടുക്കുന്നത്. 5 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 5, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? 3x മൈനസ് 5. ഓക്കെ, എക്സിൻ്റെ പ്ലേസിലോട്ട് നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് 5 കൊടുക്കുമോ, 3 × 5 മൈനസ് 5. 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 5 15 മൈനസ് 5. സോ 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 15 നിന്ന് 5 കുറച്ച് 10. അവിടുന്ന് 5k ഇസ് ഈക്വൽ ടു 10ൽ നിന്നും 1 കുറച്ച് 9. അവിടുന്ന് k ഇസ് ഈക്വൽ ടു 9/5. കെയുടെ വില എത്രയാണ്? 9/5. ഇമ്പോർട്ടൻറ്റ് ചോദ്യം, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ sin x പ്ലസ് cos x? സോ ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരാണ്? sin x പ്ലസ് cos x ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദ്യം. ഇപ്പോൾ ഫംഗ്ഷൻ മാക്സിമം ആണ് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, മാക്സിമം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ആദ്യമേ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോലി അല്ലേ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എന്ത് വരും? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഈ എഫ് ഡാഷ് എക്സിനെ നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0. കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വരും. അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു π/4 അഥവാ 45 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില കിട്ടി 45 ആണ്. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ മാക്സിമം ആണെന്ന് തെളിയിക്കണമെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് കാണിക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കണം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി ഈ പോയിന്റ് ഇങ്ങോട്ട് കൊടുക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സിൻ്റെ പ്ലേസിൽ π/4 മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4 മൈനസ് സൈൻ 45 1/√2 കോസ് 45 1/√2 മൈനസ് 2/√2 വരും. മൈനസ് 2വിനെ നമുക്ക് √2 × √2 എന്ന് എടുക്കാം. √2 √2 വെട്ടിയാൽ -√2 അല്ലേ, -√2. ഇത് ഓൾവേസ് ലെസ് ദാൻ 0 ആണ്. -√2 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0 ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ ക്രിട്ടിക്കൽ പോയിന്റ് കൊടുക്കുമ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? മാക്സിമം ആണ് അല്ലേ. ദെർഫോർ എഫ് ഈസ് മാക്സിമ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/4. മാക്സിമം ആവുന്ന പോയിന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കണം. മെയിൻ ഫംഗ്ഷൻ എഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. മാക്സിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ചോദ്യത്തിൽ മാക്സിമം വാല്യൂ ആണ് ചോദ്യം. അത് എഫ് ഓഫ് π/4 ആണ് അല്ലേ. ക്രിട്ടിക്കൽ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. എഫ് ഓഫ് π/4 എക്സിൻ്റെ സ്ഥാനത്തോട്ട് π/4 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? സൈൻ π/4 പ്ലസ് കോസ് π/4. സൈൻ 45 1/√2 കോസ് 45 1/√2. മുകളിൽ ആഡ് ചെയ്താൽ 2/√2. 2വിനെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. /√2 ഒരു √2 വെട്ടിയാൽ ഫൈനൽ ആൻസർ എന്താണ്? √2 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? √2 ആണ് മാക്സിമം വാല്യൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അടുത്ത 21ാമത്തെ ചോദ്യം, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 1ന് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതെന്താവുന്നത്? കണ്ടിന്യൂസ് ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സിൻ്റെ വില 1ലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? 2x + 3 അല്ലേ? 2x + 3, എക്സിൻ്റെ പ്ലേസിലോട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 1 + 3, ആൻസർ 2 + 3 എന്ത് വരും? 5 വരും. ഓക്കെ ആണേ. ഇനി അടുത്തത് എഫ് ഓഫ് 1 കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഓഫ് 1 അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക, എന്ത് വരും? 2 × 1 + 3 എന്ന് വരും അല്ലേ? എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 3 ആണ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക, 2 × 1 + 3 അല്ലേ? ആൻസർ 2 + 3, അതും എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഇപ്പോൾ രണ്ടും സെയിം ആണല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ്. Therefore, limit x tends to 1 f of x is equal to f of 1. Therefore, f is continuous at x is equal to 1. x is equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. അടുത്ത ചോദ്യം 22. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം, ഇത് വളരെ ചുരുങ്ങിയ സ്റ്റെപ്സിൽ ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ അറിയാം എല്ലാവർക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോയിഫിഷ്യൻ മെട്രിക്സ് എ എഴുതുക എന്നുള്ളതാണ്. 1 1 2, 2 - 1 3, 3 - 1 - 1. അടുത്ത കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ബി എഴുതുക, 4 9 2. വേരിയബിൾ മെട്രിക്സ് എക്സ് എഴുതുക, എക്സ് വൈ ഇസഡ്. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എയുടെ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഡിറ്റർമിൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 17 ആയിരിക്കും. ഡിറ്റർമിൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 17 ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോലി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എയെ നിങ്ങൾ ഡിറ്റർമിൻ്റ് ഓഫ് എ കൊണ്ട് ഹരിക്കണം. അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം, ഫൈനൽ ആൻസർ ഞാൻ എഴുതിയേക്കാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയാം ചെയ്യാൻ അല്ലേ? അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 4 - 1 5 11. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ക്ലാസ്സിൽ കിടപ്പുണ്ട്, പ്ലേലിസ്റ്റിലൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. മെട്രിക്സിലെ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇതേ സെയിം ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതാണ് കുറച്ച് സ്പീഡപ്പ് ആക്കുന്നത്. 11 - 7 1 1 4 - 3. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അഡ്ജോയിൻ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. ഇതിനെ ഡിറ്റർമിൻ്റ് കൊണ്ട് ഹരിക്കുമ്പോൾ 17 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് എ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, ആ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് ഗുണിച്ചാൽ എ ഇൻവേഴ്സ് ബി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സ് കിട്ടും. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ 1/17, ഇതിനെ 17 കൊണ്ട് ഹരിക്കുന്നത് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. 4 - 1 5, 11 - 7 1, 1 4 - 3. ഇതിനെ 17 കൊണ്ട് ഹരിച്ച് ബി കൊണ്ട് ഗുണിക്കണം. ബി എന്ന് പറയുന്നത് 4 9 2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. കിട്ടുന്ന ഫൈനൽ ആൻസർ 1 - 1 2 ആണ്. 1 - 1 2 ആണ് ഫൈനൽ ആൻസർ കിട്ടുക. എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ, എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ. അപ്പോൾ അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു -1, ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതാണ് ഫൈനലി കിട്ടുന്ന സൊല്യൂഷൻ. ഇതേ സെയിം ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ചോദ്യം. ഫൈൻഡ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 if x less than or equal to 3, ax plus b if 3 less than x less than 4 and 20 if x greater than or equal to 4 is a continuous function. ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ എയും ബിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും തീർച്ചയായിട്ടും ഫംഗ്ഷൻ. 3ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 3യുടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f of x is equal to limit x tends to
3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 3 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 10. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് അതായത് എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 3 തന്നെയാണ്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി. ഇനി എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 3 കൊടുക്കുക. ഇവിടെ 10, ഇവിടെ എക്സ് ഇല്ല കൊടുക്കാൻ, ഇവിടെ കൊടുക്കാം. എക്സിന് 3 കൊടുത്താൽ 3a പ്ലസ് ബി എന്ന് വരും അല്ലേ. 10 ഇസ് ഈക്വൽ ടു 3a പ്ലസ് ബി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഇനി അതേപോലെ 4 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 4 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 4 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ് 20. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ പ്ലേസിലോട്ട് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. ഓൾറെഡി നമുക്ക് 10 ഇസ് ഈക്വൽ ടു 3a പ്ലസ് ബി കയ്യിലുണ്ടായിരുന്നു. മൈനസ് ചെയ്യുക. 4aയിൽ നിന്ന് 3a കുറച്ചാൽ a, 20ൽ നിന്ന് 10 കുറച്ചാൽ 10. അപ്പോൾ എയുടെ വില കിട്ടി 10. എയുടെ വില എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 10 നമ്മുടെ കയ്യിലുണ്ട്. 3 ഇൻറ്റു 10 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. 30 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. അവിടുന്ന് ബി ഇസ് ഈക്വൽ ടു 10 മൈനസ് 30 മൈനസ് 20 വരും ആൻസർ അല്ലേ. മൈനസ് 20 വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. എ എന്ന് പറയുന്ന 10, ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് 20. അടുത്ത ചോദ്യം 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് y is equal to sin inverse x, show that 1 minus x square into d square y by dx square minus x into dy by dx is equal to 0. സോ y എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, dy by dx കണ്ടുപിടിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുക. √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു dy by dx ഈക്വൽ ടു 1 എന്ന് വരും. ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ എന്ത് യൂസ് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy by dx ഡെറിവേറ്റീവ് d സ്ക്വയർ y by dx സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഇൻറ്റു dy by dx ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ഈക്വൽ ടു 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഇനി √1 മൈനസ് എക്സ് സ്ക്വയർ ഒഴിവാക്കണം. കാരണം നമുക്ക് വെറും 1 മൈനസ് എക്സ് സ്ക്വയർ മതി. അതിനുവേണ്ടി ത്രൂ ഔട്ട് √1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് വിത്ത് √1 മൈനസ് എക്സ് സ്ക്വയർ. √1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൊത്തത്തിൽ ഗുണിച്ചാൽ √1 മൈനസ് എക്സ് സ്ക്വയറും ഈ √1 മൈനസ് എക്സ് സ്ക്വയറോടെ ചേർന്ന് 1 മൈനസ് എക്സ് സ്ക്വയർ ആവും. കൂടെ d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഉണ്ട്. പ്ലസ് ഈ പ്ലസും മൈനസും ചേർന്ന് മൈനസ് ആവും. താഴെ ഒരു √1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. മുകളിൽ ഒരെണ്ണം വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ബാക്കി ഇനി ഇവിടെ ഒരു എക്സ് ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ ആരുണ്ട്, ഒരു dy by dx ഉണ്ട്. ഈ √1 മൈനസ് എക്സ് സ്ക്വയർ വെട്ടിപ്പോകും. കാരണം മുകളിൽ ഒരെണ്ണം വരുമ്പോൾ താഴെയുള്ളത് ക്യാൻസൽ ആവും. ഈക്വൽ ടു 0. പ്രൂഫ് ആയല്ലോ. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു d സ്ക്വയർ y ബൈ dx സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു dy by dx ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y is equal to √tan x അല്ലേ. y is equal to √tan x. അങ്ങനെയാണെങ്കിൽ dy by dx എന്ന് പറയുന്നത് എന്ത് വരും, √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √tan x എന്ന് വരും. ഇൻറ്റു അകത്തുള്ള tan xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, sec സ്ക്വയർ x. അപ്പോൾ ആൻസർ എന്തായി, sec സ്ക്വയർ x ഡിവൈഡഡ് ബൈ 2 √tan x എന്നൊരു ആൻസർ. sec സ്ക്വയർ x ഡിവൈഡഡ് ബൈ 2 √tan x. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ 50 ചോദ്യങ്ങളിൽ 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി. സോ അപ്പോൾ നമ്മുടെ 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 7/13 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 9/13 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4/13 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്.
പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണെന്നാണ് ചോദ്യം അല്ലേ. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/13. 13 വെട്ടിയാൽ 4/9 വരും ആൻസർ. ഓക്കെ ആണേ. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ തന്നെയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മുടെ കയ്യിലുണ്ട് 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്താണ്? 7/13. 13 വെട്ടിയാൽ 4/7 വരും ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോർമുലയൊക്കെ നേരത്തെ പരിചയപ്പെട്ടതാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാലോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ഓക്കെ, ഈ ഗിവൺ എന്ന് പറഞ്ഞു വരുന്ന ആൾ ആരാണോ ആളുടെ പ്രോബബിലിറ്റി ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത് എന്താണ് വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി പാർട്ടിൽ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 7/13 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 9/13 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? 4/13. അപ്പോൾ 13 ഒരു കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരും. 7 + 9 - 4. സോ 7 + 9 ൽ നിന്ന് 4 കുറച്ച് 5 അല്ലേ. 5 4 ആണ് 9. 7 5 12. 12/13 വരും ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 27ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. ഓക്കെ, കോട്ട് വന്നാൽ അതിനെ നേരെ ടാനിലേക്ക് മാറ്റാം. ടാൻ ഇൻവേഴ്സ് -√3 എന്ന് വരും. 1/√3 തിരിച്ചിട്ടാൽ √3 മൈനസ് അതേപോലെ തന്നെ ഉണ്ടാവും. ടാൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് x ആണ്. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് √3 എന്ന് വരും. അതായത് മൈനസ് ടാനിന് ഏത് ആംഗിളാണ് √3 വരുന്നത്? ടാനിന് √3 വരുന്നത് ടാൻ 60 എന്ന് പറഞ്ഞാൽ π/3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy/dx ഇഫ് y is equal to cos √x. y is equal to cos √x ആണെങ്കിൽ dy/dx കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. dy/dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? പുറത്തുള്ള ഫംഗ്ഷൻ കോസ് ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് -sin √x ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ √x ആണ്. √xൻ്റെ ഡെറിവേറ്റീവ് 1/2√x വരും. അപ്പോൾ -sin √x ഡിവൈഡഡ് ബൈ 2√x ആണ് ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 28ാമത്തെ ചോദ്യം. അടുത്തത് 29ാമത്തെ ചോദ്യം, ഇഫ് sin² x + cos² x 1 ആണെങ്കിൽ dy/dx കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇത് ഏത് ടൈപ്പാണ്? ഇത് ഇംപ്ലിസിറ്റ് ആണ് അല്ലേ. ഇംപ്ലിസിറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, നോക്കുക. ഇവിടെ പുറത്തോട്ട് സ്ക്വയർ ഉണ്ട്. sin² ഡെറിവേറ്റീവ് 2sin x ഇൻറ്റു sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x. ചെയിൻ റൂൾ പ്രകാരം cos² ഡെറിവേറ്റീവ് 2cos y ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് -sin y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. അത് മറന്നു പോകരുത് കേട്ടോ. ഈക്വൽ ടു 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഇവിടെ 2sin x cos x എന്ന് പറഞ്ഞാൽ അതെന്താവും? sin 2x ആവും. പ്ലസ് മൈനസും ചേർന്ന് മൈനസ് 2sin y cos y എന്താവും? sin 2y ആവും. കൂടെ ആരുണ്ട്? dy/dx ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് -sin 2y dy/dx ഇസ് ഈക്വൽ ടു, ഈ പ്ലസ് sin 2x അപ്പുറം പോകുമ്പോൾ -sin 2x വരും.
മൈനസും മൈനസും വെട്ടാം. അവിടുന്ന് dy ബൈ ഡി എക്സ് എന്തായി? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x ഡിവൈഡഡ് ബൈ സൈൻ 2y എന്നൊരു ആൻസർ അല്ലേ. സൈൻ 2x ബൈ സൈൻ 2y വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ചോദ്യം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 -1 2 ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഇസ് ഈക്വൽ ടു 0 ആണ് എന്ന് ഷോ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എ ആണ്. അതായത് 3 1 -1 2 ഇൻറ്റു 3 1 -1 2. ആദ്യത്തെ മെട്രിക്സ് റോ വൈസ് തിരിക്കുക, രണ്ടാമത്തെ മെട്രിക്സ് കോളം വൈസ് തിരിക്കുക. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ. 3 ഇൻറ്റു 3 9 പ്ലസ് 1 ഇൻറ്റു -1 -1. അടുത്ത 3 ഇൻറ്റു 1 3 പ്ലസ് 1 ഇൻറ്റു 2 2. അടുത്ത -1 ഇൻറ്റു 3 -3 പ്ലസ് 2 ഇൻറ്റു -1 -2. അടുത്ത -1 ഇൻറ്റു 1 -1 പ്ലസ് 2 ഇൻറ്റു 2 4. സോ 9ൽ നിന്ന് 1 കുറച്ച് 8, 3 2 5, -3 -2 -5, 4ൽ നിന്ന് 1 കുറച്ച് 3. ഇതാണ് എന്ത്? എ സ്ക്വയർ. ഇനി ഇതേണ്ട ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. നമുക്ക് തെളിയിച്ച് കാണിക്കേണ്ട സാധനം എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ചെയ്ത് വരുമ്പോൾ എനിക്ക് ഫുൾ 0 0 0 0 ആയിട്ടുള്ള മെട്രിക്സ് വരണം. എ സ്ക്വയറിൻ്റെ സ്ഥാനത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കുക? 8 5 -5 3 കൊടുക്കുക. -5 ഇൻറ്റു എയുടെ സ്ഥാനത്തോട്ട് 3 1 -1 2 കൊടുക്കുക. പ്ലസ് 7 ഇൻറ്റു ഐയുടെ സ്ഥാനത്തോട്ട് 1 0 0 1 കൊടുക്കുക. ഓക്കെ, ഇനി 8 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5 കൊണ്ട് ഓപ്പൺ ചെയ്യാം. 8 5 -5 3. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ. 5 ഉള്ളിലേക്ക് പോകുമ്പോൾ എല്ലാ എലമെൻസിനെയും ഗുണിക്കണം. 3 5 15, 5 5, -1 × 5 -5, 5 × 2 10. 7 ഉള്ളിലേക്ക് വരുമ്പോൾ 7 0 0 7. ഇനി നിങ്ങൾ വേണ്ട ഒറ്റ സ്റ്റെപ്പിൽ കൂട്ടിക്കേ. 8ൽ നിന്ന് 15 കുറച്ച് -7, -7 7 കൂട്ടിയാൽ എത്രയാണ്? 0. 5ൽ നിന്ന് 5 കുറച്ച് 0 0 0 0. -5 -5 പ്ലസ് 5 0 പ്ലസ് 0 0. 3ൽ നിന്ന് 10 കുറച്ച് -7 -7 7 കൂട്ടി 0. ആൻസർ എന്തായി? 0 മെട്രിക്സ് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് ഇൻറ്റു 2 3 പ്ലസ് വൈ ഇൻറ്റു -1 1 ഇസ് ഈക്വൽ ടു 10 15. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടെത്താനാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലർ അനുസരിച്ച് നമ്മുടെ എക്സ് ഉള്ളിലേക്ക് വരും. എക്സ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്? 2x 3x എന്ന് വരും. ഇനി വൈ ഉള്ളിലേക്ക് പോകുമ്പോൾ -y എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്താണ്? 10 15. സോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടാം. 2x പ്ലസും മൈനസും ചേർന്ന് -y. ഇവിടെ 3x പ്ലസ് y എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്താണ്? 10 15. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 2x മൈനസ് y ഇസ് ഈക്വൽ ടു 10 വരും. 3x പ്ലസ് y ഇസ് ഈക്വൽ ടു 15 വരും. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസും കൂടെ കൂട്ടാം നമുക്ക്. കൂട്ടുമ്പോൾ എന്ത് വരും? 3 2 5x പ്ലസ് വൈയും -y വെട്ടിപ്പോവും. 10 5 15. എക്സിൻ്റെ വില എന്താണ്? 15/5 3 5 15. എക്സ് ഇസ് ഈക്വൽ ടു 3 കിട്ടി. ഇനി എക്സിൻ്റെ വില ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. 2x മൈനസ് y ഇസ് ഈക്വൽ ടു 10. 2 ഇൻറ്റു എക്സിൻ്റെ വില 3 -y ഇസ് ഈക്വൽ ടു 10. 6 മൈനസ് y ഇസ് ഈക്വൽ ടു 10. അവിടുന്ന് y ഇസ് ഈക്വൽ ടു 6 മൈനസ് 10, y ഇസ് ഈക്വൽ ടു -4 വരും. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ശരിയാണോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഇക്വേഷനിലോട്ടൊന്ന് കൊടുത്തു നോക്കാം. 2 ഇൻറ്റു എക്സിൻ്റെ വില 3 മൈനസ് വൈയുടെ വില -4. 6 പ്ലസ് 4 വരും. 6 4 10. ശരിയാണ്. ചെയ്ത ഉത്തരം കറക്റ്റാണെന്ന് ഉറപ്പിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ, അങ്ങനെയാണെങ്കിൽ dy ബൈ dx എന്താണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇത് തീറ്റയിലുള്ള ഫങ്ഷൻസ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. പാരാമെട്രിക് ഫോമാണ്. പാരാമീറ്റർ എന്ന് പറയുന്ന ആൾ തീറ്റയാണ്. ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ആയിരിക്കും. ശരിയാണല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിച്ചോളൂ. എ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റയും ഫംഗ്ഷനാണ് സൈൻ തീറ്റയും ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് സെക്കൻഡ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റ ഡെറിവേറ്റീവ് 1 മൈനസ് സൈൻ തീറ്റയും വെട്ടാം. ആൻസർ എന്തായി? എ തീറ്റ കോസ് തീറ്റ. ഇനി അടുത്തത് ഡി വൈ ബൈ ഡി തീറ്റ വേണം. എ ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസിന് ശേഷമാണ് പ്രോഡക്റ്റ് റൂൾ വരുന്നത്. അപ്പോൾ എഗെയിൻ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്ന കാര്യം മറക്കരുത്. തീറ്റയും ഫംഗ്ഷനാണ്, കോസ് തീറ്റയും ഫംഗ്ഷനാണ്. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് കോസ് തീറ്റ ഇൻറ്റു തീറ്റ ഡെറിവേറ്റീവ് 1. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ ഇൻറ്റു കോസ് തീറ്റ അകത്തുള്ള ബ്രാക്കറ്റ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും തീറ്റ സൈൻ തീറ്റ, മൈനസ് ഓഫ് പ്ലസ് മൈനസ് വരും കോസ് തീറ്റ, പ്ലസ് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ ക്യാൻസൽ. ആൻസർ എ തീറ്റ സൈൻ തീറ്റ. എ തീറ്റ സൈൻ തീറ്റ സെറ്റാണേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? എ തീറ്റ സൈൻ തീറ്റ കൊടുക്കാം ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് പകരം എ തീറ്റ കോസ് തീറ്റ കൊടുക്കാം. എയും എയും ക്യാൻസലാവും, തീറ്റയും ക്യാൻസലാവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മസ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ 3 എണ്ണവും വേരിയബിൾ സെപ്പറബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എല്ലാം ഒരു സൈഡിലാക്കാൻ പറ്റും, വൈ എല്ലാം ഒരു സൈഡിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2 മൈനസ് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 2 മൈനസ് വൈ ഇൻറ്റു ഡി വൈ എന്ന് വരും. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു ഈ ബൈ ഡി എക്സിന് ഡി എക്സ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 2 മൈനസ് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഡി എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് വരും. എക്സ് എല്ലാം ഒരു സൈഡിലും വൈ എല്ലാം ഒരു സൈഡിലും ആയതിനു ശേഷം രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. 2ൻ്റെ ഇൻ്റഗ്രൽ 2y, കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y കോൺസ്റ്റൻറ്റ് ഇൻറ്റു y ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സോ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 2ൻ്റെ ഇൻ്റഗ്രൽ 2y മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? y²/2. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. അത്ര എഴുതിയാൽ മതി, പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് മുമ്പത്തെ അതേ പ്രൊസീജിയർ. എക്സ് ഒക്കെ ഒരു സൈഡിലാക്കണം, വൈ ഒക്കെ ഒരു സൈഡിലാക്കണം. അപ്പോൾ വൈ ഒരു സൈഡിലാക്കാൻ ഈ 1 മൈനസ് y² താഴെ ഇറക്കണം. എക്സ് ഒരു സൈഡിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡി എക്സിനെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 മൈനസ് y² താഴെ ഇറക്കിക്കൊണ്ട് ഡി എക്സിനെ അങ്ങോട്ട് കൊടുക്കാം. ഡി വൈ ബൈ 1 മൈനസ് 1 പ്ലസ് y² ഈക്വൽ ടു ഡി എക്സ് മുകളിലേക്ക് പോകുമ്പോൾ ഡി എക്സ് ബൈ 1 പ്ലസ് x². നമ്മുടെ ജോലി ഇത് എത്രേ ഉള്ളൂ. എക്സ് എല്ലാം ഒരു സൈഡിലാക്കണം, വൈ എല്ലാം ഒരു സൈഡിലാക്കണം. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം, അല്ല ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 1/1 പ്ലസ് y² എന്താണ്? ടാൻ ഇൻവേഴ്സ് y. ഇൻ്റഗ്രൽ 1/1 പ്ലസ് x² എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. പരിപാടി കഴിഞ്ഞു, ആൻസറായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതൊന്ന് സിമ്പിൾ ആക്കണേ, ഇ റൈസ് ടു എക്സ് മൈനസ് വൈ. എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണ്, പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ബൈ ഇ റൈസ് ടു വൈ ആണ്. വൈ ഒരു സൈഡിലാക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഡി എക്സിനെ ഇങ്ങോട്ട് കൊടുക്കുക. വേരിയബിൾസ് സെപ്പറേറ്റ് ആയില്ലേ, എളുപ്പമായില്ലേ. അതായത് ഇ റൈസ് ടു വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇപ്പോൾ എക്സ് എല്ലാം ഒരു സൈഡിലായി, വൈ എല്ലാം ഒരു സൈഡിലായി. ഫ്രം ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്യാം. ഇ റൈസ് ടു വൈയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു വൈ തന്നെ, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് സി. ആൻസറായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ക്വസ്റ്റ്യൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇൻ്റഗ്രൽ x+1 ഇൻറ്റു x+2 dx. നേരിട്ട് അങ്ങോട്ട് കയറി ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്. ആദ്യമേ തന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇൻ്റഗ്രൽ x+1 ഇൻറ്റു x+2 dx ഇതാണ് ചോദ്യം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x² പ്ലസ് 2x പ്ലസ് x+2 എന്ന് വരും. ഇത്രയും എന്താണ് dx. അതായത് ഇൻ്റഗ്രൽ x² പ്ലസ് 3x പ്ലസ് 2 dx. ഓക്കെ, x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ 3 വരും. 3 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 വരും. 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x വരും. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ എന്താ ആഡ് ചെയ്യണം, നമ്മൾ c ആഡ് ചെയ്യണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ tan²x. ഒരുപാട് പ്രാവശ്യം 1 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ tan²x എന്ന് പറയുന്നത്. tan² വന്നാൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. sec²xൽ നിന്നും tan²x കുറച്ചാൽ ആൻസർ 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനം എന്തുവാ, tan²x എന്ന് പറഞ്ഞാൽ എന്താണ്, sec²x -1 ആണ്. ഇപ്പോൾ tan²x കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, sec²x -1 കൊടുക്കുന്നു dx. നമുക്കറിയാം tan x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് sec²x. sec²x-ൻ്റെ ഇൻ്റഗ്രൽ tan x. x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് 1. 1ൻ്റെ ഇൻ്റഗ്രൽ x പ്ലസ് c. tan x മൈനസ് x പ്ലസ് c. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ x/x+1 ഇൻറ്റു x+2. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് ഈ x/x+1 ഇൻറ്റു x+2 തീർച്ചയായിട്ടും ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷനാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ x/x+1 ഇൻറ്റു x+2വിന് നമ്മൾ എന്ത് കൊടുക്കണം, a/x+1 പ്ലസ് b/x+2 കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് വരിക, x = a ഇൻറ്റു x+1 പോയിട്ട് ബാക്കി x+2 വരും, പ്ലസ് b ഇൻറ്റു x+2 പോയിട്ട് ബാക്കി x+1 വരും. ഈ സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, x+1 ഇൻറ്റു x+2 മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. x+1 ഇൻറ്റു x+2, ഞാൻ ആ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. x+1 ഇൻറ്റു x+2. അപ്പോൾ ഇവിടെ x+1 x+2 എല്ലാം പോവും, x+1 പോവും, x+2 പോവും. ബാക്കി വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. x = എന്താണ്, a ഇൻറ്റു x+2 പ്ലസ് b ഇൻറ്റു x+1. സോ അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് a കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ b ഇല്ലാണ്ടായി പോകണം. b ഇല്ലാണ്ടായി പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എക്സിന് പകരം -1 കൊടുക്കണം അല്ലേ. പുട്ട് x = -1. -1 കൊടുത്താൽ -1 + 1 0 ആവും. -1 = a ഇൻറ്റു -1 + 2 എന്ന് വരും. ശരിയാണല്ലോ. ബിയുടെ അങ്ങോട്ട് നോക്കണ്ട, അത് 0 ആയിപ്പോയി. -1 = 2 1 കുറച്ചാൽ 1. 1 എന്ന് പറഞ്ഞാൽ a. ഓക്കെ, അതൊക്കെ. ഇനി അടുത്ത എക്സിന് പകരം എന്ത് കൊടുക്കുക, പുട്ട് x = -2 കൊടുത്താൽ -2 + 2 0 ആകും. അപ്പോൾ എനിക്ക് b കിട്ടും. -2 = b ഇൻറ്റു -2 + 1 എന്ന് വരും. ശരിയാണല്ലോ. -2 + 1 എന്ന് വരും. -2 = -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. -b എന്ന് വരും. മൈനസ് വെട്ടിയാൽ b = 2 എന്ന് വരും. b = എന്താണ്, 2. ഓക്കെ, ഇനി വേണ്ട ആ വാല്യൂസ് അങ്ങോട്ട് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ x/x+1 ഇൻറ്റു x+2 എന്നുള്ള ചോദ്യം എങ്ങനെ മാറും, -1/x+1 പ്ലസ് 2/x+2 എന്ന് മാറും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ചോദ്യമാവും, റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരമാവും. മൈനസ് മാറ്റി നിർത്തി x+1ൻ്റെ ഡെറിവേറ്റീവ് 1 മുകളിലുണ്ട്, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ പഠിച്ചിട്ടില്ലേ. ഇൻ്റഗ്രൽ f'(f(x) dx ആണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ എന്താണ്, ലോഗ് ഡിനോമിനേറ്റർ ആണ് അല്ലേ, ലോഗ് ഡിനോമിനേറ്റർ ആണ്. +2 മാറ്റി നിർത്തിയാൽ ലോഗ് x+2 എന്ന് വരും. ലോഗ് x+2 പ്ലസ് c. ഇവിടം വരെ എഴുതിയാൽ മതി. ഫുൾ മാർക്ക് അഷ്വേർഡ് ആണ്. ക്ലിയർ. അടുത്ത ചോദ്യം 37ാമത്തെ ക്വസ്റ്റ്യൻ.
ഇൻ്റഗ്രേറ്റ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇൻ്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. നമുക്കറിയാവുന്ന സംഗതിയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പരിസരത്തുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പരിസരത്തുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ശരിയല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, യു എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. അതാണ് ഡി യു. ഓക്കെ അല്ലേ? സോ ചോദ്യം എങ്ങനെ മാറി? ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി യു ആയി. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് യു ആയി. സൈൻ യുവിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് യു. മൈനസ് കോസ് യു പ്ലസ് സി. മൈനസ് കോസ് യുവിന് പകരം തിരിച്ചാരെ കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ് തിരിച്ചു കൊടുക്കുക. പ്ലസ് എന്ത് വരും? സി. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. ഇൻ്റഗ്രേറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പരിസരത്തുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം യു കൊടുക്കുക. 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും? ഡി യു ആവും. ശരിയല്ലേ? സോ ഇൻ്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി യു ആവും. സൈൻ ഇൻവേഴ്സ് എക്സ് യു ആവും. യുവിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? യു സ്ക്വയർ ബൈ 2 പ്ലസ് സി. യുവിന് പകരം തിരിച്ചാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ് ആൻസർ വരിക. ശരിയല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതാണ് 38ാമത്തെ ചോദ്യം. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1/x² പ്ലസ് 2x പ്ലസ് 2 ഡി എക്സ്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഡിനോമിനേറ്ററിൽ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ ഇത് അനലൈസ് ചെയ്യാം. ഇൻ്റഗ്രൽ 1/x² പ്ലസ് 2x പ്ലസ് 2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1 എന്ന് എഴുതാം. ഡി എക്സ്. ആദ്യത്തെ 3 പേരെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അത് x+1 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഇൻ്റഗ്രൽ 1/x+1ൻ്റെ സ്ക്വയർ ആണ് x² പ്ലസ് 2x പ്ലസ് 1. വെറും 1നെ 1² എന്ന് എഴുതാം. ഡി എക്സ്. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് രൂപത്തിലാണ് നിൽക്കുന്നത്. ഏതാ റിസൾട്ട്? ഇൻ്റഗ്രൽ 1/x² പ്ലസ് a² ഡി എക്സ്. എന്താണ്? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ശരിയല്ലേ? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ആ റിസൾട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1/1 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്തോട്ട് എക്സ് പ്ലസ് 1/1 പ്ലസ് സി. 1/1 1 ആണ്. ബാക്കി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 എന്താണ്? എക്സ് പ്ലസ് 1 ആണ് പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 പ്ലസ് സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ 0 to 1 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അല്ലേ? ഇൻ്റഗ്രൽ 0 to 1 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കറിയാം ആരുടെ ഡെറിവേറ്റീവ് ആണ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം 1/√1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ് വരും. ശരിയല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് വരും ഓവർ ദ ലിമിറ്റ് 0 മുതൽ 1 വരെ. ഇനി നമ്മളെങ്ങനെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കണം. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കണം. സൈൻ ഏതാങ്കിലാണ് 1 വരുന്നത്? സൈൻ 90 ആണ് 1 വരുന്നത്. ശരിയല്ലേ? സൈൻ 0 ആണ് 0. അപ്പോൾ ആൻസർ എന്തായി? π/2 ആയി ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 2 to 3 dx ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ഇൻ്റഗ്രൽ 2 to 3 dx ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. സോ ഇത് നമ്മൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്? നമുക്കിത് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, അല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ള മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡ്, ഇതിനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ
പ്ലസ് സി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസറിലേക്ക് വരാം അല്ലേ. സോ ഇതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ ആൻസർ എന്താണ് വരിക? 1/2 എയുടെ വില 1 ആണ്. 1/2 ലോഗ് മോഡ് എക്സ് മൈനസ് എ 1 ആണ്. 1/x + 1 എന്ന് വരും. ഇനി ആ ലിമിറ്റ് അങ്ങോട്ട് കൊടുക്കുക 2 to 3. ശരിയല്ലേ? അപ്പർ ലിമിറ്റായിട്ടുള്ള 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്താണ് വരിക? അപ്പർ ലിമിറ്റ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ലോഗ് 3 മൈനസ് 1/3 + 1 എന്ന് വരും. മൈനസ് 1/2 ഇൻറ്റു ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 മൈനസ് 1/2 + 1 എന്ന് വരും. സോ 1/2 ഇൻറ്റു ലോഗ് 3 ൽ 1 കുറച്ച് 2, 3 ൽ 1 കൂട്ടി 4. 1/2 ഇൻറ്റു ലോഗ് 2 ൽ 1 കുറച്ച് 1, 2 ൽ 1 കൂട്ടി 3. ഓക്കെ. സോ ഇവിടെ 2 4 വെട്ടാം, 1/2 എന്നാക്കാം. 1/2 ആൻഡ് ഓൾസോ കോമൺ എടുക്കുകയും ചെയ്യാം അല്ലേ. 1/2 ഇങ്ങോട്ട് കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ശരിയാണല്ലോ. 1/2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ലോഗ് 1/2 മൈനസ് ലോഗ് 1/3 എന്ന് വരും. ഓക്കെ. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ലോഗ് എ മൈനസ് ലോഗ് ബി ഉപയോഗിക്കാം. ശരിയാണല്ലോ. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ 1/2/1/3. സോ 1/2 ഇൻറ്റു ലോഗ് ഇത് നേരെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. 3 മുകളിൽ പോവും, 2 താഴെ ഇറങ്ങും. ഇതാണ് ആൻസർ വരിക. 1/2 ലോഗ് 3/2. 1/2 ലോഗ് 3/2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 41ാമത്തെ ചോദ്യം. അടുത്ത 42ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = x, x axis and the lines x = 1, x = 4 in the first quadrant. നോക്കാം. നമുക്ക് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = x എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ഹാൻഡഡ് പരാബോളയാണ് അല്ലേ. y² = x എന്ന് പറഞ്ഞ പരാബോള ഇതാണ്. എക്സ് ആക്സിസ് ഇതാണ്. ലൈൻസ് x = 1 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. x = 1 ആൻഡ് x = 4 എന്ന് പറഞ്ഞ ഈ ലൈൻ x = 4. 1ലും 4ലൂടെയും കടന്നു പോകുന്ന y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. x = കോൺസ്റ്റൻറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഉണ്ടാക്കുന്ന ഏരിയ അതുകൊണ്ട് ഈ കാണുന്ന ഏരിയ അല്ലേ. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b അല്ലേ. ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b y dx. ഇതാണ് ഫോർമുല. സോ ഇൻ്റഗ്രൽ a to b എന്നുള്ളത് 1 to 4 വരും. y കണ്ടുപിടിക്കാമല്ലോ. y² എന്ന് പറഞ്ഞാൽ x ആണ്. അവിടുന്ന് y എന്ന് പറഞ്ഞാൽ എന്ത് വരും? √x. y എന്ന് പറഞ്ഞാൽ √x dx. √x-ൻ്റെ ഇൻ്റഗ്രൽ അറിയാം. 2/3x⁵3/2 അല്ലേ. 2/3x⁵3/2 ആണ് √x-ൻ്റെ ഇൻ്റഗ്രൽ ഓവർ ദ ലിമിറ്റ് 1 മുതൽ 4 വരെ. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 4 കൊടുക്കുക. 4/3/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക. 1/3/2. സോ 2/3 ഇൻറ്റു 4/3/2 എങ്ങനെ എഴുതാം? 4/1/2 ക്യൂബ് എന്ന് എഴുതാം. 1/3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. 1 എനിത്തിങ് ഈസ് 1. സോ 2/3 ഇൻറ്റു 4/1/2 എന്ന് പറഞ്ഞാൽ √4 ആണ്. അതിൻ്റെ ക്യൂബ് -1. സോ 2/3 ഇൻറ്റു √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ ക്യൂബ് 8 -1. സോ 2/3 ഇൻറ്റു 8 - 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 14/3 സ്ക്വയർ യൂണിറ്റ്സ് വരും ആൻസർ. 14/3 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ വരിക. 14/3 സ്ക്വയർ യൂണിറ്റ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നന്നായിട്ട് ചെയ്ത് പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് 2 ലൈൻസിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. അതിൻ്റെ ആൻസർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് 2 ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. ഓക്കെ. എങ്ങനെയാണ് വെക്റ്റർ ഇക്വേഷൻ എഴുതുക? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ടെങ്കിൽ വെക്റ്റർ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം
x മൈനസ് എക്സ് വൺ ബൈ എ ഇസ് ഈക്വൽ ടു y മൈനസ് വൈ വൺ ബൈ ബി ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി ആണ് എന്തെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഫോം എന്തോ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എക്സ് വൺ ഐ പ്ലസ് വൈ വൺ ജെ പ്ലസ് ഇസഡ് വൺ കെ പ്ലസ് ലാംഡ ഇൻറ്റു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ -1 വരും, എക്സ് ടു എന്ന് പറഞ്ഞാൽ -1 വരും, എക്സ് ത്രീ -1 വരും. ഓക്കെ, അപ്പോൾ മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ വരും. ലാംഡ ഇൻറ്റു ഇവിടെ എ ബി സി 7 - 6 1 അല്ലേ, 7i - 6j പ്ലസ് 1k. 1k എന്ന് പറഞ്ഞാൽ കെ ആണ്. അതാണ് ആദ്യത്തെ ലൈൻ. അതാണ് ഇവിടെ ആൻസർ കൊടുക്കുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. സോ ആർ ഇസ് ഈക്വൽ ടു ഐ മൈനസ് ജെ മൈനസ് കെ എന്ന് വരും. ശരിയല്ലേ? ഇവിടെ വരുന്ന വാല്യൂസ് ഉണ്ടല്ലോ 1 1 1, നടുക്ക് മൈനസ് ആണ് വരേണ്ടത്. പ്ലസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ മതി. ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ -i മൈനസ് ജെ മൈനസ് കെ. താഴെ വരുന്ന സംഖ്യ 7 - 6 1, അത് അതേപോലെ തന്നെ 7 - 6 1. ഇനി മുകളിൽ ഓൾറെഡി മൈനസ് ആണ് 3 5 7. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. പ്ലസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. ഇവിടെ 3i പ്ലസ് 5j പ്ലസ് 7k പ്ലസ് ലാംഡ ഉപയോഗിച്ചതുകൊണ്ട് അടുത്ത മ്യൂ എന്നുള്ള കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുക. മ്യൂ ഇൻറ്റു താഴെയുള്ളത് കൂടെ ij k ചേർക്കുക, i - 2j പ്ലസ് k, i - 2j പ്ലസ് k. അപ്പോൾ രണ്ട് ലൈൻസും വെക്ടർ ഇക്വേഷനിൽ നിന്ന് എന്തിലോട്ട് മാറ്റിയിട്ടുണ്ട്? കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറ്റി? വെക്ടർ ഇക്വേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിയാണല്ലോ? ഇനി അടുത്ത നമ്മളോട് അവരെന്താ ആവശ്യപ്പെടുന്നത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തോ? മോഡുലസ് ഓഫ് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. a2 a1 എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? ഫോർമുല പക്കയായിരിക്കണേ. d is equal to മോഡുലസ് ഓഫ് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ആണ് എന്തിൻ്റെ ഇക്വേഷൻ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇത് a1 ആയിട്ട് എടുക്കുക, ഇത് b1 ആയിട്ട് എടുക്കുക, ഇത് a2 ആയിട്ട് എടുക്കുക, ഇത് b2 ആയിട്ട് എടുക്കുക. വാല്യൂസ് കൊടുക്കുക. മൈനസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. വെക്റ്റേഴ്സ് മൈനസ് ചെയ്യാൻ അറിയാം. a2ൽ നിന്ന് a1 കുറച്ച് എഴുതുന്നു, a1 a2 b1 b2 എടുത്ത് എഴുതുക. ഇതാണ് നമ്മുടെ -i - j - k ആണ് a1. 7i ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. a1 b1 a2 b2 മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. a2 - a1 രണ്ട് വെക്റ്റേഴ്സ് കുറയ്ക്കാൻ അറിയാം. b1 ക്രോസ് b2 ഡിറ്റർമിൻഡ് ij k കോയിഫിഷ്യൻസ് എഴുതി ഡിറ്റർമിൻഡ് ഇവാലുവേറ്റ് ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് a2 - a1ൻ്റെ ഡോട്ട് b1 ക്രോസ് b2. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം, കോയിഫിഷ്യൻ്റ് ഗുണിക്കുക അല്ലേ. 4 × -4 -16, 6 × -6 -36, 8 × -8 -64 ബൈ റൂട്ട് ഓഫ് ഈ കിട്ടിയ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മോഡുലസ് മോഡ് b1 ക്രോസ് b2. -4ൻ്റെ സ്ക്വയർ 16, 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64 ചെയ്യുമ്പം 116 ബൈ റൂട്ട് 116 എന്ന് വരും. ഈ വെറും 116നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 116 ഇൻറ്റു റൂട്ട് 116 എന്ന് എഴുതാം. താഴെയുള്ള റൂട്ട് 116 വെട്ടിയാൽ ബാക്കി ന്യൂമറേറ്ററിൽ ഒരു റൂട്ട് 116 കിട്ടും. അതാണ് ഫൈനൽ ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ റൂട്ട് 116. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് 44ാമത്തെ ചോദ്യം. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. ഒരു എലിപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ എലിപ്സ് ബൗണ്ട് ചെയ്യുന്ന റീജിയണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്താൽ x² / a² പ്ലസ് y² / b² ഈക്വൽ ടു 1. അവിടെ a² വില 25, എയുടെ വില +or-5, b² വില 16, ബിയുടെ വില +or-4. റഫ് സ്കെച്ച് വരയ്ക്കുന്നതിന് മാർഗമുള്ളതാണ്. -5ലും 5ലും ആണ് വെർട്ടിസസ് വരുന്നത്. പിന്നെ -4 4. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടുപിടിക്കുക. 0 to 5 ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 ഗുണം ഇൻറ്റഗ്രൽ 0 to 5 y dx. y കണ്ടുപിടിക്കുക. x² / 25 പ്ലസ് y² / 16 ഈക്വൽ ടു 1. അവിടുന്ന് y² / 16 എന്ത് വരുമോ?
1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 25. ക്രോസ് ചെയ്താൽ 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 25. അവിടുന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു ബൈ 16 അങ്ങോട്ട് കൊടുത്താൽ 16 ഇൻറ്റു 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 25. വൈ കണ്ടുപിടിക്കണം, ഇതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 16 ഇൻറ്റു 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 25. 16ൻ്റെ റൂട്ട് 4, 25ൻ്റെ റൂട്ട് 5, ബാക്കി റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. അത് നേരെ ഇങ്ങോട്ട് കൊടുത്തോ. 4/5 ഇൻറ്റു റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 16/5 ഇൻറ്റു പുറത്തൊരു 4 ഉണ്ട്, മുകളിൽ വരുന്ന 4 കൂടെ ചേർന്ന് 16/5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 5 റൂട്ട് ഓഫ് 25നെ 5ൻ്റെ സ്ക്വയർ എന്നാക്കുന്നു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. എന്താണ് റിസൾട്ട്? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ 16/5 ഇൻറ്റു എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ x/2 റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 5. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 5 വരെ. 0 മുതൽ 5 വരെ. ഓക്കെ. 16/5 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ വേണ്ടേ, എക്സ് കാണുന്ന സ്ഥലത്തോട്ട് നിങ്ങൾ 5 കൊടുക്കുകയാണെങ്കിൽ 5 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 0 ആയിപ്പോവും. ബാക്കി 5 സ്ക്വയർ 25 ആണ് ബൈ 2 സൈൻ ഇൻവേഴ്സ് 5/5 എന്ന് പറഞ്ഞാൽ 1 അല്ല. ഇവിടെ എക്സിന് 5 കൊടുത്താൽ 5/5 1. ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇവിടെ 0 വന്നാൽ അത് മൊത്തം 0. ലോവർ ലിമിറ്റിൽ സൈൻ ഇൻവേഴ്സ് 0 കൊടുത്താലും 0 തന്നെയാണ്. ഇവിടെ എനിക്ക് 5ഉം 25 കൂടെ വെട്ടിയാൽ 5 വരും. 2ഉം 16ഉം കൂടെ വെട്ടാം. 2ഉം 16ഉം കൂടെ വെട്ടിയാൽ 8 വരും. 8×5 40 വരും. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2. 20ഉം 40ഉം 2ഉം കൂടെ വെട്ടിയാൽ 20. അപ്പോൾ ആൻസർ 20 π ആണ് ആൻസർ വരിക അല്ലേ. 20 π ആണ് ഫൈനൽ ആൻസർ വരിക. വർക്കൗട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 4 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇത് ആൻസർ ശരിയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ളൊരു വഴി കൂടിയുണ്ട്. ഏരിയയുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എലിപ്സിൻ്റെ ഏരിയ πAB ആണ്. πAB. സോ π ഇൻറ്റു എയുടെ വില 5, ബിയുടെ വില 4. I4 20 π ആണ് ആൻസർ വരേണ്ടത്. സോ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയ ആൻസർ ശരിയാണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാൻ, കൺഫേം ചെയ്ത് നോക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്ക് πAB ചെയ്തെടുക്കുന്നതിനാണ് മാർഗ്ഗമുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ വെക്ടർ എ ഇസ് ഈക്വൽ ടു 3i + 2j + 2k. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് 3² + 2² + 2². ചെയ്യുമ്പോൾ റൂട്ട് 17 വരും. ഓക്കെ. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാപ്പ്. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ മതി. വെക്ടർ ഉണ്ട് 3i + 2j + 2k. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 17 ആണ്. അതുകൊണ്ട് ഹരിച്ചാൽ മതി. ആൻസറായി. ആൻസർ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ളൊരു വെക്ടർ മാഗ്നിറ്റ്യൂഡ് 10 ആവുന്നത് കണ്ടുപിടിക്കാൻ. യൂണിറ്റ് വെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? മാഗ്നിറ്റ്യൂഡ് 1 ആണ്. യൂണിറ്റ് വെക്ടറിൻ്റെ പ്രത്യേകത മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 ആവണമെന്നുണ്ടെങ്കിൽ 10 എ ക്യാപ്പ് കണ്ടുപിടിച്ചാൽ മതി. 10 എ ക്യാപ്പ് കണ്ടുപിടിച്ചാൽ മതി. അതായത് 10 ഇൻറ്റു 3i + 2j + 2k ബൈ റൂട്ട് 17 വരും ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. നോക്കിക്കേ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് a² + b² + c², റൂട്ട് 3² + 2² + 2², റൂട്ട് 17. അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ മതി. റൂട്ട് 17 കൊണ്ട് ഹരിച്ച് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. മാഗ്നിറ്റ്യൂഡ് 10 ആവുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ കിട്ടിയ യൂണിറ്റ് വെക്ടറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്തായി? മാഗ്നിറ്റ്യൂഡ് 10 ആയി. ഈസി ആയിട്ട് മേടിക്കാൻ 4 മാർക്ക്. വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് dy/dx പ്ലസ് py is equal to q is called an ordinary linear differential equation. ഓക്കെ ആണേ. സോ dy/dx പ്ലസ് py is equal to q-വുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ പിയുടെ വില എന്ത് കിട്ടും? വൈയുടെ കൂടെ നിൽക്കുന്ന ആൾ 1/x. ക്യൂവിൻ്റെ വില എന്താണ്? x². ഓക്കെ ആണല്ലോ.
സോ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇ റൈസ് ടു ഇൻ്റഗ്രൽ പിക്ക് പകരം 1/x dx. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് എക്സ്. ഈ ലോഗും ക്യാൻസൽ ആയാൽ ആൻസർ എക്സ്. പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു ലോഗ് എനി ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെയാണ് ആൻസർ. ഇ റൈസ് ടു ലോഗ് എക്സ് വന്നാൽ ആൻസർ എക്സ് ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ഇൻ്റഗ്രൽ ഓഫ് q എന്ന് പറയുന്ന ആളാരാണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ഡി എക്സ്. ഓക്കെ. സോ വൈ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറും എക്സും ചേർന്ന് എക്സ് ക്യൂബ് വരും ഡി എക്സ്. സോ വൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4/4 പ്ലസ് സി. ഇത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. വൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4/4 പ്ലസ് സി. അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യം. ഇഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 3j, വെക്ടർ ബി ഇസ് ഈക്വൽ ടു 3j പ്ലസ് കെ, അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. രണ്ട് ആൻസർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്. എ എന്ന് പറയുന്നത് ഐ പ്ലസ് 3j പ്ലസ് 0k, ബി എന്ന് പറയുന്നത് 0i പ്ലസ് 3j പ്ലസ് കെ ആണ്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 കോയിഫിഷ്യൻ്റ് ഗുണിക്കുക അല്ലേ. 1 × 0 പ്ലസ് 3 × 3 പ്ലസ് 0 × 1. ആൻസർ 3 × 3 9 വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എ ക്രോസ് ബി, ഡിറ്റർമിനൻ്റ് ഐ ജെ കെ, എയുടെ കോയിഫിഷ്യൻ്റ് എഴുതി ബിയുടെ കോയിഫിഷ്യൻ്റ് എഴുതി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3i മൈനസ് ജെ പ്ലസ് 3k എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് ഇവാലുവേഷൻ എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയുടെ ഫോർമുല എന്തുവാ? എ ഡോട്ട് ബി ബൈ മോഡ് ബി. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡ് ബി ആണ്. എ ഡോട്ട് ബി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 9 ബൈ മോഡ് ബി. ബി വെക്ടറിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 0² പ്ലസ് 3² പ്ലസ് 1² റൂട്ട് 10 വരും. ഇപ്പം 9/√10 ആണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത്. തേർഡ് പാർട്ടിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അത് നിങ്ങൾ മനസ്സിലാക്കണം. എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ഗിവൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് ബി ആണ്. രണ്ട് വെക്ടേഴ്സിനും കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടറാണ് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്. ഇനി അത് യൂണിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ എ ക്രോസ് ബീനെ അതിനെ മോഡുലസ് കൊണ്ട് ഹരിച്ചാൽ അതെന്തായി? അതിൻ്റെ യൂണിറ്റ് വെക്ടറായി അല്ലേ? അതിൻ്റെ യൂണിറ്റ് വെക്ടറായി. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കിക്കോ. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 3i മൈനസ് ജെ പ്ലസ് 3k ആണ്. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. റൂട്ട് 9 പ്ലസ് 1 പ്ലസ് 9 റൂട്ട് 19 വരും. എ ക്രോസ് എന്താണ്? ആ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ എഴുതിയ പോലെ എ ക്രോസ് ബീനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിക്കണം. എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാണ് 3i മൈനസ് ജെ പ്ലസ് 3k. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ റൂട്ട് 19. അത് ഹരിച്ചു കഴിഞ്ഞാൽ ആൻസറായി. വളരെ പ്രാധാന്യാർഹിതമായ ചോദ്യം, മോസ്റ്റ് റിപ്പീറ്റഡ് വൺ, മസ്റ്റായിട്ട് പഠിക്കണം. 48ാമത്തെ ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒരു LPP അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് ഓടിച്ച് പറയാം, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് LPP എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരിക. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യേണ്ടതായോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് തരും. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ z is equal to 3x plus 2y എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിനെ സബ്ജക്റ്റഡ് ടു സം കൺസ്ട്രെയിൻസ്, ചില കൺസ്ട്രെയിൻസ്. ഇവിടെ 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് വരച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. x plus 2y is equal to 10. അതിൻ്റെ താഴെ ഒരു ടാബുലർ കോളം വരയ്ക്കണം. y, എക്സിന് 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ 2y 10 കിട്ടും. y is equal to 10/2 5. yക്ക് 0 കൊടുത്താൽ x equal to 10 നേരിട്ട് കിട്ടും. അതേപോലെ എക്സിന് 0 കൊടുത്താൽ y നേരിട്ട് 15 കിട്ടും. yക്ക് 0 കൊടുത്താൽ 3x equal to 15. അവിടുന്ന് x equal to 15/3 5 കിട്ടും. ഓക്കെ ആണേ. ഇനി അത് ആ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക. 0, 5, 10, 0 പോയിന്റുകൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 0, 5, 10, 0. അതേപോലെ 0, 15, 5, 0 ആ പോയിന്റുകളും പ്ലോട്ട് ചെയ്യുക.
ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ലൈൻസ് നമ്മൾ വരച്ചെടുക്കുന്നു. ആ ലൈൻസും എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ഓൺലി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കാണിക്കുന്നു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ രണ്ട് ലൈൻസും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഫീസിബിൾ റീജിയൻ ഈ കാണുന്ന ഷെയ്ഡർ പോർഷനാണ്. അത് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഉറപ്പായിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 2 മാർക്കിനുള്ള അല്ലെങ്കിൽ 3 മാർക്കിനുള്ള പരിപാടി ഇത്രയും ചെയ്താൽ കിട്ടും. ഇനി നമ്മുടെ അടുത്ത ജോലി കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ഓൾറെഡി കുറച്ച് കോർണർ പോയിൻറ്റ്സ് കിട്ടും. ഈ 0 0 നമുക്ക് കിട്ടും, 5 0 കിട്ടും, 0 5 കിട്ടും. ഇനി ഈ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന 4 3 എന്നുള്ള കോർണർ പോയിൻറ്റ് നിങ്ങൾ നല്ല വൃത്തിക്ക് ഒരു യൂണിറ്റ് ഇട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 4 3 ഇവിടുന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻസിൻ്റെ ലീനിയർ ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിച്ച് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാം. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ 3x + y = 15, രണ്ടാമത്തെ ലൈൻ x + 2y = 10. ആദ്യത്തെ ലൈനിൽ എക്സിൻ്റെ ഇക്വേഷൻ നമ്പർ 2-നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റായ 3 കൊണ്ട് ഗുണിച്ച് കോയിഫിഷ്യൻ സെയിം ആക്കുന്നു. അതിനുശേഷം മൈനസ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കുന്നു. എക്സിൻ്റെ വില 4, വൈയുടെ വില 3. ഇനി നമ്മുടെ കോർണർ പോയിൻറ്റ്സ് അപ്പോൾ 0 0 5 0 4 3 0 5 ആണ് കോർണർ പോയിൻറ്റ്സ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3x + 2y ആണ്. ആ കോർണർ പോയിൻറ്റ്സ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം 0 വരും. 5 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം 15. എക്സിൻ്റെ പ്ലേസിൽ 5 കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 0 കൊടുക്കുക. 3 5 15. 4 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 × 4 + 2 × 3 ആൻസർ 12 + 6 18 വരും. വൈക്ക് 5 കൊടുത്താൽ 10 വരും. എക്സിന് 0 കൊടുത്താൽ 0 + 10 10 ആണ് ആൻസർ വരിക. ഇനി നമുക്ക് മാക്സിമം വാല്യൂ ആണ് വേണ്ടത്. മാക്സിമം വാല്യൂ എത്രയാണ്? 18 ആണ് മാക്സിമം വാല്യൂ. കാര്യത്തിൽ സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. 18 ആണ്. 0 ആണോ 15 ആണോ 18 ആണോ 10 ആണോ വലുത്? 18 ആണ് വലുത്. അപ്പോൾ മാക്സിമം വാല്യൂ 18. മാക്സിമം വാല്യൂ ഇസ് അറ്റ് ദ പോയിന്റ് എന്നും കൂടെ എഴുതണം. ഏത് പോയിന്റിലാണ് മാക്സിമം? 4 3 എന്ന പോയിന്റിലാണ് മാക്സിമം അല്ലേ? 4 3 എന്ന് പറയുന്ന പോയിന്റിലെ 18 എന്ന് പറയുന്ന വാല്യൂ ആണ് മാക്സിമം വാല്യൂ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചോദ്യമാണ്. മിനിമം ആയിരുന്നു ചോദ്യമെങ്കിൽ, മിനിമൈസ് എന്നായിരുന്നെങ്കിൽ മിനിമം വാല്യൂ 0 അറ്റ് ദ പോയിന്റ് 0 0 എന്ന് വന്നതിന് ഉത്തരം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻ ആണ് LPPയിലെ ചോദ്യം. അടുത്ത 49ാമത്തെ ചോദ്യം. A die is thrown twice and sum of the numbers appearing is observed to be 6. What is the conditional probability that the number 4 has appeared at least once? അതായത് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് നമുക്കറിയാം 1 1 1 2 അങ്ങനെ 36 ആൾക്കാർ വരും. അതിനകത്ത് സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയർഡ് ഇസ് ഒബ്സർവ്ഡ് ടു ബി 6 എന്ന് പറയുന്നത് 6 സമ്മ് വരണം. അങ്ങനെയാണെങ്കിൽ ആ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? അതുകൊണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 4 1 നമുക്ക് സമ്മ് 6 വരണം. അതിനകത്ത് 4 അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും 4 വരണം. അങ്ങനെ 4 വരുന്നതിനകത്ത് സമ്മ് 6 വരണം അല്ലേ? യെസ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 4 വരുന്ന പോസിബിലിറ്റീസ് എല്ലാം എഴുതുക. 4 1 4 2 4 3 4 4 4 5 4 6 1 4 അത് നേരെ തിരിച്ചു വിടുക കേട്ടോ. തിരിച്ചു വിടുക. 1 4 2 4 3 4 5 4 6 4 അതാണ് 4 വരുന്ന പോസിബിലിറ്റീസ്. ഇനി അതിനകത്ത് സമ്മ് 6 വരുന്നത്. സമ്മ് 6 വരുന്നത് എത്ര എണ്ണം ഉണ്ട്? സമ്മ് 6 വരുന്നത് 5 1 എടുക്കാം. 5 1 എടുത്താൽ സമ്മ് 6, 2 4 സമ്മ് 6, 3 3 സമ്മ് 6, 4 2 സമ്മ് 6 ആണ്. 5 1 സമ്മ് 6 ആണ്. ഇവന്മാരെല്ലാം കൂട്ടിയാൽ സമ്മ് 6 വരും. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, സമ്മ് 6 വരുന്നതിനകത്ത് അറ്റ്ലീസ്റ്റ് 4 വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 4 വരുന്നുണ്ട്. 2 4 4 വരുന്നുണ്ട്. 4 2 4 വരുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം അല്ലേ? ഇൻ്റർസെക്ഷനകത്ത് 2 എലമെൻറ്റ്സ് വരും. ആ 2 എലമെൻറ്റ്സ് ഔട്ട് ഓഫ് എത്ര എലമെൻറ്റ്? മൊത്തം സമ്മ് 6 വരുന്നത് 5 എണ്ണം ഉണ്ട്. 1 2 3 4 5. 5ൽ 2 ആണ് പ്രോബിലിറ്റി. 5ൽ 2 ആണ് പ്രോബിലിറ്റി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2/5. 2/5 ഇസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി. സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി അടുത്തത് വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 8 cm³/s. ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 12 cm എന്നാണ് ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 8 cm³/s. അതായത് dV/dt ആണ് എന്തെന്ന് പറയുന്നത്? 8 cm³/s എന്ന് പറയുന്നത്. d/dt ഓഫ് വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ക്യൂബിൻ്റെ സൈഡ് എഡ്ജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ x³ ആണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. അത് 8. x³ ഡെറിവേറ്റീവ് 3x², എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dt ഇസ് ഈക്വൽ ടു 8. ഓക്കെ, അവിടുന്ന് dx/dt എന്ത് വരും? 8 / 3x² എന്ന് വരും. നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്, ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ്. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 6x² ആണ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ.
ds/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dt. സോ 6 ഇൻറ്റു 2x ഇൻറ്റു dx/dtക്ക് പകരം 8/3 എക്സ് സ്ക്വയർ കൊടുക്കുക. ഒരു എക്സും സ്ക്വയറോടെ വെട്ടാം. 3ഉം 6ഉം കൂടെ വെട്ടി 2. ഈ 2 4, 1 8 16 24 4 32. 32/x. വെൻ ലെങ്ത് ഓഫ് എഡ്ജ് എത്ര ആകുമ്പോഴാണ്? 12 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ds/dt അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ 32/12. പകുതി എടുക്കുക അല്ലേ? 32ൻ്റെ പകുതി 4 കൊണ്ട് കട്ട് ചെയ്യാം. 3 4 12, 4 16, 5 4 20, 6 4 24, 7 4 28, 8 4 32. 8/3. 8/3 സർഫസ് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, 8/3 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഒരു ആൻസർ. അപ്പോൾ നമ്മുടെ 50 ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷ നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ. ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.